വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് 2023 കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കോഡ് ഡി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് കേസ് ദ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? കേശവാനന്ദ ഭാരത് കേസ്, ശങ്കർ പ്രസാദ് കേസ്, ഗോലക്നാഥ് കേസ്, SR ബൊമ്മൈ കേസ്. അപ്പോൾ ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എന്താണ് ഒരു സുപ്രധാനപ്പെട്ട കേസാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? കേശവാനന്ദ ഭാരത് കേസാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് ഇതിലെന്താണ് 1973 ഈ ഒരു കേസ് വരുന്നത്. ഈ ഒരു കേസ് വന്നതിലൂടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സിലൊന്നും യാതൊരുവിധ മാറ്റവും വരുത്താൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം, ആ ഒരു എന്താ പറയുക ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഗവൺമെൻറ്റിനോ മറ്റോ ക്യാൻസൽ ചെയ്യാൻ പറ്റാനോ അല്ലെങ്കിൽ അതിൽ അമെൻമെൻറ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ആ ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഫ്രം എമോങ് ദി ഫോളോയിങ് സബ്ജക്ട് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പം നമുക്കറിയാം ഏതൊക്കെ ലിസ്റ്റാണുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ റെസിഡ്യൂറി പവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഏതാണ്? ജയിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ നോക്കാം. ജയിൽ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട് അണ്ടർ സ്റ്റേറ്റ് ലിസ്റ്റ് ഓഫ് ദി 7th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ജയിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. പിന്നെയോ ഫോറിൻ അഫയേഴ്സ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്, എഡ്യൂക്കേഷനോ കൺകറന്റ് ലിസ്റ്റിലും, സൈബറിലോ റെസിഡ്യൂറി പവേഴ്സിലും. അപ്പോൾ ഈ 3 ലിസ്റ്റും ഏകദേശം അതിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ എന്താണ് നമ്മൾ കവർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ ഇന്ത്യ ഫ്രം. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇയർ എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഏതാണ് ആൻസർ വരുന്നത്? 1st April to 31st March. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതെ, 1st April to 31st March. അപ്പോൾ ഇതാണ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ ഇന്ത്യ ബിഗിൻസ് ഇൻ ഏപ്രിൽ ഓഫ് ഈച്ച് കലണ്ടർ. എന്നിട്ട് മാർച്ച് 31st വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ഷോഗൺസ് വേർ ദി ഫ്യൂഡൽ ലോഡ്സ് എമേർജ്ഡ് ഇൻ. അപ്പോൾ ഇത് SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മിഡീവൽ ജപ്പാനിൽ എന്താണ് ഷോഗൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്യൂഡൽ ലോഡ്സിൻ്റെ ബേസിലാണ് നമ്മൾ അവിടെ ഒരു ഭരണം നടത്തിയത്. ആ ഒരു ബേസിലാണ് എന്ത് ടോക്കിയോ അവരുടെ സെൻറ്റർ ഓഫ് ദി പവർ ആയിട്ട് ഉയർന്നു വന്നതും. അപ്പോൾ ഷോഗൺസ് എന്തിൻ്റെ അണ്ടറിലാണ്? ജപ്പാൻ്റെ ആണ് അല്ലേ. അപ്പോൾ ഇതാ നോക്കൂ. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മിഡീവൽ ജപ്പാൻ വാസ് ഓവർഹോൾഡ് ബൈ ദി ഫ്യൂഡൽ ലോഡ്സ് നോൺ ആസ് ഷോഗൺസ്. അപ്പോൾ ജപ്പാനിൽ ഷോഗൺസ് ആണ് ഭരണം നടത്തിയിരുന്നത്. അവരുടെ അണ്ടറിലാണ് ടോക്കിയോ എന്തായിരിക്കുന്നത് മികച്ചൊരു ഭരണകേന്ദ്രമായിട്ട് വരുന്നതും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദി നോൺ റിന്യൂവബിൾ സോഴ്സ് ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പം നമ്മൾ ഇതിനെ പറ്റി റിന്യൂവബിളും നോൺ റിന്യൂവബിളും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സോളാർ എനർജി, വിൻഡ് എനർജി, കോൾ, ടൈഡൽ എനർജി. അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് കോലാണ് വരിക അല്ലേ. അപ്പോൾ നോക്കാം. നോൺ റിന്യൂവബിൾ എനർജി കംസ് ഫ്രം സോഴ്സസ് ദാറ്റ് വിൽ റൺ ഔട്ട് ഓർ വിൽ നോട്ട് ബി റീപ്ലെനിഷ്ഡ് ഇൻ അവർ ലൈഫ് ടൈംസ്. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ് എന്ത് കോൾ എന്നൊക്കെ പറയുന്നത്. മറ്റേ വിൻഡ് ആയിക്കോട്ടെ ടൈഡൽ എനർജി ഒക്കെയാണ് എന്താ നമുക്ക് റിന്യൂവബിൾ ആണ്. അപ്പോൾ അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റേഡിയസ് ഓഫ് ദി എർത്ത് എസ്റ്റിമേറ്റ്സ്. അപ്പോൾ ഇതെന്താണ് ഒരു ഫാക്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. 6371 കിലോമീറ്റർ ആണ് എന്ത് എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാ റേഡിയസ് ഓഫ് ദി എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 6371 കിലോമീറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതും അതുപോലെ തന്നെ എന്താണ് ഒരു ഫാക്ട് ക്വസ്റ്റ്യൻ ആണ്. ദ പ്രപ്പോർഷനേറ്റ് ലാൻഡ് ഏരിയ ഓഫ് കേരള ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ കേരളത്തിൻ്റെ ഒരു പ്രപ്പോർഷൻസ് ലാൻഡ് ഏരിയ എന്താണ്? ഓപ്ഷൻ എ 1%, അതായത് 1.18% ആണുള്ളൂ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ടേംസ് ഇംപ്ലൈസ് സീസണൽ റിവേഴ്സൽ ഇൻ ദി വിൻഡ് പാറ്റേൺ ഓവർ എ ഇയർ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്ത് ഒരു വിൻഡ് പാറ്റേണിൻ്റെ ഒരു സീസണൽ റിവേഴ്സൽ എന്ന് പറയുന്നത്? അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് വിൻസിൻ്റെ ഭാഗത്ത് പഠിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ വരിക നോക്കിക്കേ? മൺസൂൺ ആണ് വരിക അല്ലേ. മൺസൂൺ ആണ് ഉത്തരം വരിക. ഈ മൺസൂൺ എന്ന് പറയുന്നത് നമ്മൾ പീരിയോഡിക് വിൻസിൻ്റെ ഭാഗത്തിൽ പഠിക്കുന്നതാണ്. മൺസൂൺ അതുപോലെ എന്താണ് ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൺസൂൺ നമ്മൾ പഠിക്കുന്നുണ്ട്. മൺസൂൺ എന്ന് വെച്ചാൽ എന്താണ്
മൗസം എന്ന് പറഞ്ഞൊരു വാക്ക് അറബ് വേർഡ് നിന്നാണ് അത് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ചതാണ്. എന്താണ് സൗത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്നു, അത് പിന്നെ നോർത്തിലെത്തുന്ന സമയത്ത് അത് സൗത്ത് വെസ്റ്റ് ആവുന്നു. നമുക്ക് നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പം മൺസൂൺ എന്താണ്? ഈസ് ദ സീസണൽ റിവേഴ്സൽ ഓഫ് എ വിൻഡ് ഇൻ എ ഇയർ. അതായത് സീസൺ എത്തുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ മാറും. സീസൺസിനനുസരിച്ച് ആ ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻ മാറുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? മൺസൂൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് കൺട്രി ഈസ് വൺ ഓഫ് ദി 5 പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ നോക്കാം. റഷ്യ ആണ് ആൻസർ വരിക. ദ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആർ ദി 5 സോവറൻ സ്റ്റേറ്റ്സ്. അപ്പോൾ 5 രാജ്യങ്ങളുണ്ട്. അപ്പോൾ 5 രാജ്യങ്ങൾ ഏതാന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ഈ 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത്? ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൽ നമുക്ക് റഷ്യ ആണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് റഷ്യ ആണെന്ന് ഈ കാര്യം പഠിച്ചാൽ മാത്രമേ അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ഇനി അടുത്തത് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ പോപ്പുലർലി നോൺ ആസ് വേൾഡ് ബാങ്ക്? അപ്പോൾ ഇതിനകത്ത് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വരിക. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD ആണ് എന്ത് വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, നമുക്കറിയാം IBRD എന്താണ് ബ്രെട്ടൺ വുഡ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് 1944 വന്ന ഒരു ബാങ്കാണ് IBRD. പിന്നെ 1945 എന്ത് വന്നിട്ടുണ്ട്? IMF വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ IBRD 1944 വന്നിട്ടുണ്ടെങ്കിൽ IMF 1945 വന്നത്. അപ്പോൾ ഇതിനെ ബ്രെട്ടൺ വുഡ് ടീംസ് എന്നൊക്കെ നമ്മൾ പറയുന്നൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി അടുത്തത് എന്താണ്? ദ പ്രെയർ സോങ്സ് നോൺ ആസ് ഷബദ് were റിലേറ്റഡ് വിത്ത്. അപ്പോൾ ഈ ഒരു ഷബാബ് എന്ന് പറയുന്നത് പ്രെയർ സോങ്സ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഗുരു നാനാക്ക് അല്ലേ. ബസവണ്ണയൊക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് നല്ലോണം പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണലിസം ആ ഒരു ഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഗുരു നാനാക്കിന്റെ വേറൊരു പ്രത്യേകത എന്താണ്? സിക്കിസം കൊണ്ടുവന്നത് ആരാണ്? ഗുരു നാനാക്കാണ്. അപ്പോൾ ദ പ്രെയർ സോങ്സ് നോൺ ആസ് ഷബദ് were റിലേറ്റഡ് ടു ഗുരു നാനാക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണ് ബേസിക് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ഓഫ് ദി ഓതർ ഓഫ് ദി ബുക്ക് രാജതരംഗിണി. രാജതരംഗിണി എന്ന് പറഞ്ഞ ബുക്കിന്റെ ഓതർ ആരാന്നാണ് അല്ലേ. അപ്പം ഇതിന്റെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ കൽഹാന എന്ന് വരുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ മെട്രിക്കൽ ലെജൻഡറി ആൻഡ് ഹിസ്റ്റോറിക്കൽ ക്രോണിക്കിൾ ഓഫ് ദി നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പം എന്താണ് നോർത്ത് കാശ്മീരിലെ കിങ്സിന്റെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് കൽഹാനയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ടൺ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് നോൺ സ്പോട്ട്. വാട്ടൺ ആണ്. അപ്പോൾ ഇത് ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ ആണ് അല്ലേ. ഗർത്തങ്ങളാണ്. അപ്പോൾ വാട്ടൺ ഗർത്തം ഏത് സമുദ്രത്തിലാണെന്നുള്ളതാണ്? ഇന്ത്യൻ ഓഷ്യൻ ആണ് ആൻസർ വരുന്നത്. വാട്ടൺ ബേസിൻ ഈസ് ദ മെറൈൻ ഏരിയ ഓഫ് ദി നോർത്ത് ഈസ്റ്റ് ക്വാർട്ടർ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിലാണ് എന്ത് വരുന്നത്? വാട്ടൺ ഗർത്തം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? ഓപ്ഷൻ എ എന്താണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. രണ്ടാമത്തതോ ഇഷ്യൂയിങ് കറൻസി, ഇഷ്യൂയിങ് ആണ്. ആക്ടിങ് ആസ് എ ഗവൺമെന്റ് ബാങ്ക്, ഫങ്ഷൻസ് ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. അതാണ് എന്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ധർമ്മം. മറ്റേത് മൂന്നും എന്താണ്? RBI റിസർവ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ. കറൻസി ആരാണ് ഇഷ്യൂ ചെയ്യുക? RBI ആണ്. പിന്നെയോ ഗവൺമെന്റിന്റെ ബാങ്ക്, അതുപോലെ ബാങ്കുകളുടെ ബാങ്ക്, ഇതൊക്കെ അറിയപ്പെടുന്നത് എന്താ? RBI ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ധർമ്മമാണ് എന്ത്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതെ, അപ്പം നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേഴ്സ് ആർ ദി ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് എന്താണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഹൂ മേക്സ് എ ലോസ്. ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ ആരാണ് നിയമം ഉണ്ടാക്കുന്നത് എന്നല്ലേ. അപ്പോൾ ജനങ്ങളാണ് നമ്മളെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുക. നമുക്ക് വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ എന്താണ്? എൻ്റയർ പോപ്പുലേഷന് വേണ്ടുന്ന നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യാറാണ് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഒരു റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത്? ലോസ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. In a representative democracy, people participate indirectly in the decision-making process. They choose their representatives through an election process. These representatives meet and make decision for the entire population. അപ്പോൾ നമ്മുടെ ഇന്ത്യയൊക്കെ പോലെ തന്നെ അല്ലേ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദി കോൾഡ് കറന്റ് ഇൻ ദി സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇതിന്റെ ആൻസർ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹംബോൾട്ട് ആണ്. The Humboldt current is a cold water ocean current that flows north from Antarctica along the west coast of South America, bringing nutrient-rich water to the Galapagos Islands and helping to sustain the Iceland-rich biodiversity. അപ്പോൾ കോൾഡ് കറൻസ് ഒക്കെ എന്താണ് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് റെഫർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഇൻട്രൊഡ്യൂസ് ദ ജാഗിർദാരി സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൽത്തനത്ത് പീരിയഡിൽ ഇക്ത സമ്പ്രദായം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്ത സമ്പ്രദായത്തിൻ്റെ ഒരു ഹയർ ഫോം അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് വേർഷനാണ് എന്ത്? ജാഗിർദാരി സിസ്റ്റം. ഈ ഒരു ഇക്ത സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുന്നത് സൽത്തനത്ത് പീരിയഡിലാണ്. പക്ഷേ ഈ ഒരു ജാഗിർദാരി സിസ്റ്റം വരുന്നത് ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെങ്കിലും ഇത് വരുന്നത് മാൻസബ്ദാരി ജാഗിർദാരി ഒക്കെ ആരാണ്? മുഗൾസ് ആണ് കൊണ്ടുവരുന്നത് അല്ലേ. കുറച്ചും കൂടെ അക്ബറിൻ്റെ ആ ഒരു കാലഘട്ടത്തിലാണ് ജാഗിർദാരി സമ്പ്രദായമൊക്കെ മികച്ചു വരുന്നത്. അതിൽ നോക്കൂ, The Jagirdari system was introduced by Delhi Sultanate and continued during the Mughal Empire. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അവർ ഇക്ത സമ്പ്രദായമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗിർദാരി എന്താണ്? അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു ഹയർ ഓർഡർ ആണ് എന്തെന്ന് പറയുന്നത്? ജാഗിർദാരി എന്ന് പറയുന്നത് അല്ലേ. അത് അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് കുറച്ചും കൂടി ഒരു മികച്ച രീതിയിൽ വരുന്നത്, ഡെവലപ്ഡ് ആവുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് among the following is a geographical feature of തിണൈക്കോൾ പാലൈ. അപ്പം നമ്മൾ എന്താ തിണകൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ്? മൈക്രോ ജോഗ്രഫിക്കൽ സോൺസ് പഠിക്കുന്നുണ്ട്. മുല്ലൈ, പാലൈ, മരുതൽ, നേതൽ. അപ്പം അതിനകത്ത് പാലൈൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചർ എന്താണെന്നാണ് ആൻസർ. എന്താണ്? ഡ്രൈ ലാൻഡ് ആണ് അല്ലേ. അപ്പം നമ്മളത് 5 പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്ന തൊഴിൽ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പം നോക്കാം. കുറിഞ്ചി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയാസ് ആണ്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയാസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ജോലി എന്തായിരിക്കും അവർക്ക് എന്തായിരിക്കാം? ഹണ്ടിങ് ഒക്കെ ആയിരിക്കും കുറച്ചും കൂടി ഉണ്ടാവുക അല്ലേ. ഗ്രാസ് ലാൻഡ് ആകുന്ന സമയത്ത് അതേതാണ്? മുല്ലയാണ്. വെറ്റ്ലാൻഡോ? മരുതം. കോസ്റ്റൽ ഏരിയ ആകുമ്പോൾ നെയ്തൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്തായാലും നമ്മൾ കവർ ചെയ്യുക. അതുപോലെ സംഘം കൃതികൾ ആ ഒരു ഭാഗമൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദി ലീഡർ ഓഫ് ദി റിവോൾട്ട് ഓഫ് ഫൈസാബാദ്. അപ്പം എന്താണ്? 1857 റിവോൾട്ടാണ്. അപ്പം അത് ഫൈസാബാദിൽ ആരാണ് നേതൃത്വം കൊടുത്തതെന്ന് ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? മൗലവി അഹമ്മദുള്ള. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രധാനപ്പെട്ട 4 സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ടും അതിൻ്റെ ലീഡേഴ്സും എന്താണ് എന്ത് തന്നെയായാലും നമ്മൾ കവർ ചെയ്യുക. അപ്പോൾ ഡൽഹി ആണെങ്കിൽ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ഝാൻസി ആണെങ്കിൽ റാണി ലക്ഷ്മിബായി ആണ്. ലക്നൗ ആണെങ്കിലോ ബീഗം ഹസ്രത് മഹൽ ആൻഡ് കാൺപൂർ ആണെങ്കിൽ നാനാ സാഹിബ് ആൻഡ് താന്തിയ ടോപ്പി. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് തന്നെയായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഹിസ്റ്ററീൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നെ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. നമ്മൾ പഠിക്കുന്നുണ്ട് കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ്. നോക്കാം. ഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ടാക്സ് നമ്മൾ എന്താണ് ആർക്കാണോ ലെവി ചെയ്യുന്നത് അവർക്ക് എന്താണ് ഫുൾ ബേർഡൻ അവർക്കാണ്. ഇപ്പം ഞാനാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ തന്നെ പേ ചെയ്യണം. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലോ നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നില്ല അല്ലേ. അതായത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ബേർഡൻ വരുന്നത്. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കോർപ്പറേഷൻ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഗിഫ്റ്റ് ടാക്സ് ഒക്കെ എന്താണ് ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇൻഡയറക്റ്റിൻ്റെ എന്ത് വരിക? എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ഡ്യൂട്ടി, GST ഒക്കെ. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമ്മൾ GSTയും കൂടെ ജസ്റ്റ് നോക്കണം. GST എന്നാണ് വന്നിരിക്കുന്നത്, അതെന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. GST വന്നിരിക്കുന്ന ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തത് എന്താണ്? ബിംബിസാര ബിലോങ് ടു വിച്ച് ഡൈനാസ്റ്റി. ബിംബിസാര ഏതാണ്? ഹര്യങ്ക ഡൈനാസ്റ്റിയിലാണ് അല്ലേ. ബേസിക് ഫാക്ട് നമുക്കറിയുന്ന ബേസിക് നോളജ് ആണത്. എന്താണ്? ബിംബിസാര വാസ് ദി ഫസ്റ്റ് റൂളർ ഓഫ് ഹര്യങ്ക ഡൈനാസ്റ്റി. ഇത് നമ്മൾ എന്താണ് എന്ത് തന്നെയായാലും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി എന്താണ്? അതുപോലെ തന്നെ സിവിലൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട് ഏതൊക്കെ സിവിലൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്?
ഹാരപ്പൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ, പിന്നെയോ ചൈനീസ്, അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അതിൽ വരുന്നതാണ് ദ ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ് ഫ്രം. അപ്പോൾ ഗ്രേറ്റ് ബാത്ത് നമ്മൾ എവിടെ നിന്നാണ് ഡിസ്കവേർഡ് ചെയ്യുന്നത്? ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം എവിടെ നിന്നാണ്, മോഹൻജദാരോ ആണ് അല്ലേ. അപ്പോൾ ദ ഗ്രേറ്റ് ബാത്ത് വാസ് ഡിസ്കവേർഡ് ഫ്രം മോഹൻജദാരോ. The Great Bath is a part of a large citadel complex that was found in 1920s during excavation of Mohenjo-daro. അപ്പോൾ ഇത് ആരാണ് പിന്നെ ഡിസ്കവർ ചെയ്തതെന്നും ഏത് വർഷമാണെന്നും എവിടെ നിന്നാണെന്നൊക്കെ എന്താണ് ആ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഫൗണ്ടഡ് ദി ഗാദ പാർട്ടി? അപ്പോൾ ഗാദ പാർട്ടി ആരാണ്? ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ആരാണ്? ലാല ഹർദയാലാണ് അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ടാണ് വരുന്നത്. ഏത് വർഷമാണ് വരുന്നത്? 1913 ഗാദ പാർട്ടി വരുന്നത്. ലാല ഹർദയാലാണ് അത് കൊണ്ടുവരുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്ലേ റിട്ടൺ ബൈ ഹർഷവർദ്ധന? അപ്പോൾ ഹർഷവർദ്ധന എഴുതാത്ത പ്ലേ ഏതാണ്? ഏതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ഹർഷചാരിതയാണ് അല്ലേ. ആരെഴുതാത്തത്? ഹർഷവർദ്ധൻ്റെ പ്ലേ അല്ലാത്തത് ഇതാണ്. കാരണം ഈ 3 എണ്ണം ഏതാണ്? രത്നവല്ലി, നാഗനന്ദ, പ്രിയദർശിക, ഇത് 3 ആരെഴുതിയതാണ്? ഹർഷവർദ്ധൻ എഴുതിയതാണ്. ഇത് മാത്രം ആരതല്ല? ഹർഷവർദ്ധനേൻ്റെത് അല്ല. ഇവിടെ നോക്കിയാൽ അറിയാം, നാഗനന്ദ, പ്രിയദർശിക ആൻഡ് രത്നവല്ലി എന്താണ് എംപറർ ഹർഷവർദ്ധന എഴുതിയ കാര്യങ്ങളാണ്. മറ്റേതാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ പ്ലേ അല്ല. ഇനി അടുത്തത് എന്താണ്? ദ കോൺസെപ്റ്റ് ഓഫ് ജയിൽ കോസ്റ്റ് ലിവിങ് ആസ് അസോസിയേറ്റഡ് വിത്ത്. ജയിൽ കോസ്റ്റ് ലിവിങ് ഇതിൽ പറഞ്ഞ ഏത് കോൺസെപ്റ്റ് ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നു? പോവേർട്ടി ആണ് അല്ലേ. ഇത് കൊണ്ടുവന്നത് ആരാണ്? ദാദാബായ് നവറോജിയാണ്. അപ്പോൾ ജയിൽ കോസ്റ്റ് ലിവിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? പോവേർട്ടി റിലേറ്റഡ് ആണ്. ദാദാബായ് നവറോജി വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ ടു എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ദി പോവേർട്ടി ലൈൻ. ഓക്കെ, അപ്പോൾ ദാദാബായ് നവറോജിയാണ് പോവേർട്ടി ലൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പോവേർട്ടി ലൈൻ നമുക്കറിയാം, APL, BPL അതിൻ്റെയൊക്കെ ഒരു ഫുൾ ഫോം നമ്മൾ പഠിച്ചു വെക്കാം. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ ഒരുപാട് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ദാദാബായ് നവറോജിൻ്റെ വേറൊരു എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കണം. അപ്പോൾ അദ്ദേഹമാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്ത് റിലേറ്റ് ചെയ്തിരിക്കുന്നു? പോവേർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്താണ്? ഹിമാലയൻ മൗണ്ടൻസ് ആർ ദി റിസൾട്ട് ഓഫ്. ജിയോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കോണ്ടിനെൻ്റൽ കൺവേർജൻസ്. ഏതൊക്കെ പ്ലേസ് തമ്മിൽ എന്താണ് കൺവേർജ് ചെയ്തിട്ടാണ് ഹിമാലയൻ മൗണ്ടൻസ് ഉണ്ടാവുന്നത്? നോക്കാം. അപ്പോൾ ഇതാ കോണ്ടിനെൻ്റ് കൺവേർജൻസ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2 കോണ്ടിനെൻ്റ് പ്ലേറ്റ്സ്. അപ്പോൾ എന്താ 2 കോണ്ടിനെൻ്റ് പ്ലേറ്റ്സ് തമ്മിൽ എന്താണ് ഉണ്ടാവുന്നതാണ് എന്ത്? കോണ്ടിനെൻ്റൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഹിമാലയൻ മൗണ്ടൈൻ ഏതൊക്കെ തമ്മിലാണ്? ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ തന്നെ യൂറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള ഒരു കൺവേർജൻസിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഹിമാലയൻ മൗണ്ടൈൻസ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത്, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ? അപ്പോൾ ഇത് നമുക്കറിയുന്ന ബേസ് നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കുന്ന കാര്യമാണ്. 3 ടയർ സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഏത് അമെൻമെൻ്റ് ആണ്? 73rd. നമ്മളോട് എന്താണ് ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ്. The basic features of the Constitution 73rd Amendment Act are the Act. It provides for 3-tier പഞ്ചായത്ത് സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ എന്താണ് 73rd അമെൻമെൻറ്റിൽ വരുന്ന കാര്യമാണ്. പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ എന്തായാലും ചോദിക്കും. എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? നീപ്റ്റൈഡ്സ് ഒക്കേഴ്സ് ഓൺ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നതാണ്. എന്ത്? സപ്തമ വേലി, വാവുവേലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നതാണ്. എന്താണ്? നീപ്റ്റൈഡ്സും സ്പ്രിംഗ് ടൈഡ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 7 days ആഫ്റ്റർ ഫുൾ മൂൺ ഓർ ന്യൂ മൂൺ. അപ്പോൾ ഇത് എന്താണ് നിങ്ങൾ എന്തായാലും ഒന്ന് കവർ ചെയ്യുക. സ്പ്രിംഗ് ടൈഡ്സും നീപ്റ്റൈഡ്സും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ സ്പ്രിംഗ് ടൈഡ്സ് അറിയുന്നത് കറുത്ത വാവ്, വെളുത്ത വാവ്, ആ ഒരു സംഭവങ്ങളൊക്കെ എന്താണ് എന്തായാലും കവർ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Cyclones are clockwise in the northern hemisphere. Anticyclones are clockwise in the northern hemisphere. Cyclones are anti-clockwise in the southern hemisphere and anticyclones are clockwise in the southern hemisphere. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയാം, ജോഗ്രഫിയിൽ നമ്മൾ വേരിയബിൾ വിൻഡ്സ് എന്ന ടോപ്പിക്കിൽ പഠിക്കുന്നതാണ് സൈക്ലോൺസും ആൻറ്റി സൈക്ലോൺസും. അപ്പോൾ സൈക്ലോൺസ് എന്താണ് നമുക്കറിയാം, നടുവിലൊരു ലോ പ്രഷർ ഏരിയയും ചുറ്റും എന്താണ് ഹൈ പ്രഷർ ഏരിയാസും വരുന്ന സമയത്ത്
നമുക്കറിയാം എപ്പോഴും ഹൈന്ന് ലോയിലേക്കാണ് എന്ത് പോവുക, അറ്റ്മോസ്ഫിയർ പ്രഷർ പോവുക, അങ്ങനെയാണ് കാറ്റുണ്ടാവുന്നത് എന്നൊക്കെ അറിയാം. ഇങ്ങനെയൊരു എന്താണ് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് സൈക്ലോൺസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നടുവിൽ ഹൈ പ്രഷർ ഏരിയയും ചുറ്റും ലോ പ്രഷറും ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് എന്ത്, ആൻറ്റി സൈക്ലോൺസ്. അപ്പം നമ്മളിതിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. സൈക്ലോൺസ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്കറിയാം. അതായത് സൈക്ലോൺസ് എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പോൾ ഇത് തെറ്റാണ്. സെക്കൻഡ് എന്താണ്, ആൻറ്റി സൈക്ലോൺസ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ നമുക്കറിയാം ഇതാണ് ശരിയായ ഓപ്ഷൻ. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ എന്താണ് തെറ്റ്, സൈക്ലോൺസ് ആർ ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ. ഇവിടെ എന്താണ്, ക്ലോക്ക് വൈസ് ആണ് എന്ത്, സൗത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ എന്താണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോൺസെപ്റ്റ് നല്ല വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. എന്താണ്, ആൻറ്റി സൈക്ലോൺസ് ആർ ക്ലോക്ക് വൈസ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. Cyclone is anti-clockwise direction in northern hemisphere and clockwise direction in southern hemisphere. അപ്പോൾ സൈക്ലോൺ എപ്പോഴും എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസും സൗത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും, അതായത് ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും. ആൻറ്റി സൈക്ലോൺസ് ആണെങ്കിലോ, സൈക്ലോൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി സൈക്ലോൺ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ മറ്റൊന്ന്. അപ്പോൾ ഇതെന്താണ് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ വിൻസിൻ്റെ ഭാഗത്ത് നമുക്കറിയാം ഇപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഏതൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് മൺസൂൺ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ സൈക്ലോൺസ് ചോദിച്ചു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്, ദ ടെന്നീസ് കോർട്ട് ഓത്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വേൾഡ് ഹിസ്റ്ററിൻ്റെ ആണ്. നമുക്കറിയാം റഷ്യൻ റവല്യൂഷൻ ആയിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, ഫ്രഞ്ച് ആയിക്കോട്ടെ, അമേരിക്കൻ റവല്യൂഷൻ, ഇതൊക്കെ നമ്മൾ എന്ത് തന്നെയായാലും കവർ ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ പോലും നോക്കാണ്ട് ആൻസർ കിട്ടും. എന്താണ്, ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ എന്താണ്, ഇത് മൂന്നും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത് 1789 ആണ് ഇയർ വരിക, ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. നമ്മൾ എന്തായാലും പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു എമംഗ് ദി ഫോളോയിങ് ഈസ് എലിജിബിൾ ടു ബിക്കം എ സ്പീക്കർ ഓഫ് ലോക്സഭ. അപ്പോൾ ലോക്സഭയിൽ എന്താണ് സ്പീക്കർ ആവാനുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ആൻസർ വരിക, എ പേഴ്സൺ ഹു ഈസ് എ മെമ്പർ ഓഫ് ലോക്സഭ. ലോക്സഭയിലുള്ള ഒരു മെമ്പർ ആയിരിക്കണം എന്ത്, അതാണ് എന്ത് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. നോക്കാം. ദ സ്പീക്കർ ഈസ് എലക്റ്റഡ് ജനറലി ഇൻ ദി ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി ലോക്സഭ ഫോളോയിങ് ജനറൽ ഇലക്ഷൻസ് സെർവിംഗ് ഫോർ എ ടേം ഓഫ് 5 years. ദ സ്പീക്കർ ഈസ് ചൂസൺ ഫ്രം സിറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദി ലോക്സഭ. ഓക്കെ, അപ്പോൾ എന്താണ് ലോക്സഭ, പേഴ്സൺ വിത്ത് എ മെമ്പർ ഓഫ് ലോക്സഭയാണ് എന്ത് എലിജിബിലിറ്റി എന്ന് പറയുന്നത്, സ്പീക്കർ ഓഫ് ലോക്സഭയാവാൻ വേണ്ടിയിട്ടുള്ള. ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ പെസന്റ് സ്ട്രഗിൾ ഇൻ ഗേഡ വാസ് ഹെൽഡ് ഇൻ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേൾഡ് ഹിസ്റ്ററി പോലെ തന്നെ വളരെ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. 1917 പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ചമ്പാരൻ സ്ട്രഗിൾ കിട്ടും അല്ലേ. പിന്നെ 1918 ആണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നോക്കാം, 1980 ആണ് ആൻസർ. പിന്നെ ഇത് എക്സ്പ്ലനേഷൻ നോക്കിയാലോ, ചമ്പാരൻ സത്യാഗ്രഹ ബീഹാറിൽ അല്ലേ, 1917 അതാണ് ആദ്യത്തെ ഗാന്ധിജീൻ്റെ സമരം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതറിയാം. ഇത് മൂന്നും എന്താണ് നമ്മൾ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ആദ്യകാല സമരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ ബീഹാർ 1917. പിന്നെയോ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഏത് വർഷമാണ്, 1918. പിന്നെ പെസന്റ് സ്ട്രഗിൾ ഇൻ ഗേഡ ഗുജറാത്ത് 1918. അപ്പോൾ ഇതെന്താണ്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ എന്ത് തന്നെയായാലും കവർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ബർക്കൺസ് ആർ ഫോംഡ് ബൈ. ഇതെന്താണ്, ജോഗ്രഫീൻ്റെ ലാൻഡ് ഫോംസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ബർക്കൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, വിൻഡ് കാരണം ചെയ്യപ്പെടുന്ന ഒരു ലാൻഡ് ഫോം ആണ് എന്ത്, ബർക്കൺസ്. അപ്പോൾ വിൻഡാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ വിൻഡ് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്, വേറെ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്, സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, അതുപോലെ തന്നെ മഷ്റൂം റോക്സ് ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഈ ഒരു റണ്ണിങ് വാട്ടർ ആയിക്കോട്ടെ, ഗ്ലേസിയേഴ്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. റണ്ണിങ് വാട്ടർ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കപ്പെടുന്ന ലാൻഡ് ഫോംസ് ഏതൊക്കെയാണ്, നമ്മൾ മിയാൻഡേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഓക്സ്ബോ ലേക്സ് പഠിക്കുന്നുണ്ട്, പിന്നെയോ ഡെൽറ്റാസ്, അതൊക്കെ റണ്ണിങ് വാട്ടർ ഉണ്ടാക്കുന്ന ലാൻഡ് ഫോംസ് ആണ്. പിന്നെ ഗ്ലേസിയേഴ്സ് ഉണ്ടാക്കുന്ന ഏതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോം എന്താണ്, മൊറൈൻസ്, നമ്മൾ പഠിച്ചതാണ്. പിന്നെയോ അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണെങ്കിൽ നമുക്കറിയാം സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലക്മൈറ്റ്സ്, പില്ലേഴ്സ്,
ഇതൊക്കെ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ബെർക്കൺസ് ആർ ഫോംഡ് ബൈ വിൻഡ് ആണ് അല്ലേ. നോക്കാം, വിൻഡ് ആണ്. ദ ബെർക്കൺസ് ആർ ഫോംഡ് ബൈ വിൻഡ്സ്. വിൻഡ് കാരണമാണ് ബെർക്കൺസ് എന്ന് പറഞ്ഞ ലാൻഡ് ഫോംസ് ഉണ്ടാക്കപ്പെടുന്നത്. പിന്നെയോ മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്. അപ്പോൾ ഇത് അവിടെ ഉണ്ട്, മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്. ഇതൊക്കെ എന്താണ്, വിൻഡ് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന വേറെ ലാൻഡ് ഫോംസ് ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പെരിഹീലിയൻ ഈസ് ഓൺ. പെരിഹീലിയനും അപ്ഹീലിയനും നമ്മൾ പഠിക്കുന്നതാണ്. സൂര്യ സമീപ ദിനം, സൂര്യ വിദൂര ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേര് പോലെ തന്നെ. ഇതിൻ്റെ ആൻസർ ഇപ്പോൾ വരുന്നത് ഏതാണ്, ജനുവരി 3 എന്ത്, പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പം അപ്ഹീലിയനോ ജൂലൈ 4 ആണ് അല്ലേ. എന്താ നോക്കാം. അപ്ഹീലിയൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പ്ലാനറ്റ് ഓർ അതർ ബോഡി ടു ദ സൺ. അപ്പോൾ അപ്ഹീലിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനുമായിട്ട് എന്താണ് വലിയൊരു ഡിസ്റ്റൻസ്, സൂര്യവിദൂര ദിനം, ദൂരം കൂടുക, ആ ഒരു ദിവസമാണ് അപ്ഹീലിയൻ എന്ന് പറയുന്നത്. പെരിഹീലിയൻ ആണെങ്കിലോ വളരെ അടുത്ത് വരിക, ആ ഒരു ദിവസമാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ പെരിഹീലിയൻ എന്ന് പറയുന്നത് ജനുവരി 3 ആണെങ്കിൽ അപ്ഹീലിയൻ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും, ജൂലൈ 4 ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 ഡേറ്റ്സും എന്താണ്, എല്ലാ പ്രാവശ്യവും എന്താണ്, ആവർത്തിച്ച് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് തന്നെയായാലും അത് പഠിച്ചു വെക്കുക. പെരിഹീലിയനും അപ്ഹീലിയനും മറന്നു പോവാണ്ട് ആ ഒരു ഡേറ്റ് നിങ്ങൾ പഠിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലീസസ് ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആൻസർ വരുന്നത്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് മഹബൂബുൽ ഹക്കാണ്. അതുപോലെ തന്നെ ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് have been released since 1919 and have explored different themes through the human development approach. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടാണ്. ഇത് പഠിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പഠിക്കാം, അതിൽ ഇന്ത്യൻ്റെ സ്ഥാനം പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് കോമ്പോണൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉണ്ട്. ഏതൊക്കെയാണ്, നോളജ്, ലൈഫ് എക്സ്പെക്റ്റൻസി, അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്നൊക്കെ അറിയാം. അപ്പം ഇതൊക്കെ എന്താണ്, വളരെ നല്ലോണം തന്നെ നിങ്ങൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിന്ന് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അടുത്ത നോക്കാം. The actual distance between 2 places in a topographical map with map distance 50 cm in 70.5 km. The scale of the map is. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കില്ല അടുത്ത പ്രാവശ്യം ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ദ ആൻസർ ഓപ്ഷൻ സി 1:50,000 ആണ് വരുന്നത്. ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം മാപ്പിലെ ഡിസ്റ്റൻസ് പറയുന്നത് എത്രയാണ്, 15 സെൻറ്റിമീറ്റർ ആണ്. ആക്ച്വൽ ഡിസ്റ്റൻസോ 7.5 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്കിത് 2 മെത്തേഡ് വഴി ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാപ്പിലെ ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 15 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ നമ്മുടെ ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയാണ്, 7.5 കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്കത് ആ ഒരു സെൻറ്റിമീറ്ററും കിലോമീറ്ററും ഒക്കെ നമുക്ക് ഓർമ്മ വേണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഈ ഒരു 7.5 നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. ഇത് ഓൾറെഡി ഇപ്പോൾ കിലോമീറ്ററിലാണ് ഉള്ളത്. നമുക്ക് അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1000 കൊണ്ടും പിന്നെ 100 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് ഫസ്റ്റ് കിലോമീറ്ററിലെ മീറ്ററിലേക്ക് ആക്കണം, പിന്നെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അപ്പം നമുക്കിതിൻ്റെ ആൻസർ എന്ത് വരും, 15 ഇങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ വരിക അല്ലേ. അപ്പം നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടി ചെറുതാക്കുക, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ 75-ൽ 15 എത്ര പ്രാവശ്യം പോകും, അപ്പോൾ 1/, ഇങ്ങനെ ആൻസർ കിട്ടും. അപ്പം നമുക്കിതിനെ 1:n എന്നുള്ള ഫോർമുല മാറ്റാം. അപ്പോൾ 1:, ആൻസർ ഇങ്ങനെ കിട്ടും. ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, സെൻറ്റിമീറ്റർ എന്നുള്ളതിൽ കിലോമീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. അതിന് വേണ്ടിയിട്ട് 1000 കൊണ്ടും 100 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് നമുക്കിതിനെ വെട്ടിച്ചെറുതാക്കാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 1:n എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് നമുക്കിത് വേണ്ടത്. അപ്പം നമുക്കിവിടെ എന്താണ്, 50 സെൻറ്റിമീറ്റർ = 7.5 കിലോമീറ്ററാണ്. അപ്പം നമുക്കിവിടെ 1 കിട്ടണം. ഈ ഒരു 15 നമുക്ക് 1 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 15/50 അല്ലേ. അതായത് ഇപ്പോൾ
15/15 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? 1 എന്ന് കിട്ടുക. അപ്പം എന്ത് സംഖ്യേനെ കൊണ്ടും അതിനെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 1 എന്ന് കിട്ടുക എന്നറിയാലോ. അപ്പോൾ ഈ ഒരു 15നെ നമുക്ക് ഇവിടെ 1 ആക്കണം. എന്ത് ചെയ്യണം? 15/15 ചെയ്യാം. അപ്പോൾ 15/15 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് 7.5നെ എന്ത് ചെയ്യണം? 15 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? 7.5 കിലോമീറ്ററിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് നമുക്ക് കിട്ടും? 1:0.5 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1:0.5 കിലോമീറ്റർ എന്ന് കിട്ടും. പിന്നെ ചെയ്യേണ്ടത് ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണേ, ഇവിടെയാണെങ്കിലോ കിലോമീറ്റർ ആണ്. നമ്മുടെ അതേ സ്റ്റെപ്പിന്, അതായത് നമുക്ക് ഇവിടെ സെൻറ്റിമീറ്റർ ഉള്ളത് അപ്പുറത്ത് എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അപ്പം നമ്മൾ ചെയ്യുക, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് നമുക്ക് മറന്നു പോകരുത്. എന്ത് ചെയ്യണം? 0.5നെ നമ്മൾ ആദ്യം തന്നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് 500 എന്ന് കിട്ടും. പിന്നെ അതിനെന്ത് ചെയ്യും? 500 കിട്ടും. വീണ്ടും എന്ത് ചെയ്യും? ഇതിപ്പോൾ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലേക്ക് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 50,000 സെൻറ്റിമീറ്റർ. നമുക്ക് ആൻസർ കിട്ടിയുണ്ടോ? ഇങ്ങനെ 2 മെത്തേഡിലും ചെയ്യും. ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യുക. ഇത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഈ ഒരു മെത്തേഡിലല്ല ചോദിക്കുക, എന്നാലും ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതായത് 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ, 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ, അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് ഈ ഒരു ഇത് ഏകദേശം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത എന്താണ്? ഗവൺമെൻറ് പോളിസീസ് ഓൺ ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ആർ കോമൺലി നോൺ ആസ്. അപ്പം നമുക്ക് ഇതെന്താണ്? ഇതിൻ്റെ ആൻസർ ഗവൺമെൻറ് പോളിസി എന്താണെങ്കിലും എന്താണത്? ഫിസ്ക്കൽ പോളിസിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരിക അല്ലേ. ബാങ്കിൻ്റെയോ RBI റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പോളിസി നമുക്ക് എന്ത് പറയാം? മോണിറ്ററി പോളിസിയാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും കോൺസെപ്റ്റ് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് മറന്നു പോവാണ്ട് പഠിച്ചാൽ മതി. ഫിസ്ക്കൽ പോളിസി എന്താണ്? ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്കറിയാം ടാക്സ് ചുമത്ത് നമ്മുടെ ഗവൺമെൻറ് ആണ്. അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് സ്പെൻഡിങ്, പബ്ലിക് റവന്യൂ എല്ലാം എന്ത് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഗവൺമെൻറ് ആണ്. അപ്പോൾ ഗവൺമെൻറ് റിലേറ്റഡ് പോളിസിയാണ് എന്ത്? ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മോണിറ്ററി പോളിസി ആണെങ്കിലോ നമ്മുടെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് എന്ത്? മോണിറ്ററി പോളിസി. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഈസ് ഡിഫൈൻഡ് ആസ് ദി പോളിസി അണ്ടർ വിച്ച് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന പോളിസിയാണ് എന്ത്? ഫിസ്ക്കൽ പോളിസി. യൂസസ് ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ടാക്സേഷൻ, പബ്ലിക് സ്പെൻഡിങ് ആൻഡ് പബ്ലിക് ബോറോയിങ് ടു അച്ചീവ് വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പോളിസി. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ്റിൻ്റെതാണ്. മോണിറ്ററി പോളിസിയോ RBI അല്ലേ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോണിറ്ററി പോളിസിയും കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താണ്? ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൻ്റെ കൂടെ തന്നെ ലെയേഴ്സ് ഓഫ് എർത്തും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കാം, മാറിപ്പോവാണ്ട് പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ഇത് നമുക്ക് കണക്ട് ചെയ്യാനല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. നോക്കാം. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് എന്ത്? നോർമൽ ലാബ്സ്ട്രേറ്റ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ വരുന്നത്. മെസോസ്ഫിയർ ആണ് കോൾഡസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയർ, ലോണോസ്ഫിയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? ലെയേഴ്സ് ഓഫ് എർത്തും കൂടെ പഠിക്കുക, മാറിപ്പോവാണ്ട് പഠിക്കാം. ഇനി അടുത്തത് എന്താണ്? ഓർഡർ അലൂവിയം ഇൻ ദി നോർത്തേൺ പ്ലെയിൻസ്. അപ്പോൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് സോയിൽസ് ആണ് അല്ലേ. ബംഗർ ഉണ്ട്, ഖദർ, തറൈ, ബാബർ. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരിക ബംഗറാണ്. കാരണം ബംഗറാണ് ഓർഡർ അലൂവിയം സോയിൽ എന്ന് പറയുന്നത്. ഖദർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ആണ്. ന്യൂ അലൂവിയം ആണ് എന്തെന്ന് പറയുന്നത്? ഖദർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഫെർട്ടിൽ ആയിട്ടുള്ളത് ഖദറാണ്. കുറച്ചുകൂടെ ലൈറ്റ് കളറൊക്കെ എന്താണ്? ഖദറാണ്. ഇതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് ജോഗ്രഫിയിൽ. അപ്പോൾ ബംഗറാണ് ഓർഡർ അലൂവിയം എന്ന് പറയുന്നത്. ബംഗർ ഈസ് ദ ഓൾഡസ്റ്റ് അലൂവിയം ഇൻ ദി നോർത്തേൺ പ്ലെയിൻസ്. ദ ബംഗർ പ്ലെയിൻസ് ആർ സിറ്റുവേറ്റഡ് സൗത്ത് ഓഫ് ദി ബാബർ ആൻഡ് ടെറൈ പ്ലെയിൻസ്. അപ്പോൾ ബംഗർ എന്താണ്? ഖദറിനെക്കാട്ടിയും ഫെർട്ടിലിറ്റി കുറച്ച് കുറവാണ്. ഖദർ എന്ന് പറയുന്നത് ന്യൂ അലൂവിയാണ്, ബംഗറാണ് ഓൾഡ് അലൂവിയം. അടുത്തത് എന്താണ്?
ഐഡന്റിഫൈ ദി ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ബൈ വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാണെന്നാണ്. ഇതും നമ്മൾ പഠിക്കുന്ന ബേസിക് കോൺസെപ്റ്റ് ആണ്. അതിൽ നമ്മൾ ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ, അങ്ങനെ ഒരുപാട് ആളുകളെ പറ്റി പഠിക്കുന്നുണ്ട്, സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റി. അപ്പോൾ ഇത് ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. സമത്വ സമാജാണ് ആര് കൊണ്ടുവന്നത്? വൈകുണ്ഠ സ്വാമികൾ കൊണ്ടുവന്നത്. ബാക്കിയുള്ളതൊക്കെ ആരൊക്കെയാണ് കൊണ്ടുവന്നത്? ആത്മവിദ്യാസംഘ ആരാണ്? വാഗ്ബടാനന്ദിയാണ്. പിന്നെയോ യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാടാണ്. സഹോദര പ്രസ്ഥാനം എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സമത്വ സമാജാണ് ആര് കൊണ്ടുവന്നത്? വൈകുണ്ഠ സ്വാമികൾ. അപ്പം അതിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാം. ഇതൊക്കെ ഒരു ടേബിൾ ആക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി അടുത്തത് എന്താണ്? ഐഡന്റിഫൈ ദി ക്യാപിറ്റൽ ഓഫ് പെരുമാൾസ്. അപ്പോൾ പെരുമാൾസ് നമുക്കറിയാം മിഡീവൽ കേരള ഭരിച്ച സമയത്ത് പെരുമാൾസ് ഓഫ് മഹോദയപുരം എന്നാണ് നമ്മൾ പറയുക തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. പെരുമാൾസിൻ്റെ ക്യാപിറ്റൽ ഏതാണ് വരിക? മഹോദയപുരമാണ് ക്യാപിറ്റലായിട്ട് വരിക അല്ലേ? നമുക്കറിയാം ചേരമാൻ എന്നൊക്കെ പറഞ്ഞ പേരിൽ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് പെരുമാൾസ് എന്ന് പറയുന്നത്. ഇന്നത്തെ മഹോദയപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ്. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ദ പെരുമാൾസ് റൂൾഡ് ഓവർ കേരള ഫ്രം 800 CE to 112 CE. They had their capital at മഹോദയപുരം which is presently known as കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇവരുടെ വേറെ പേരുകൾ എന്തൊക്കെയാണ്? ചേരമാൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? പെരുമാൾസിന്റെ മറ്റു പേരുകളാണ്. ചില പെരുമാൾസിലെ രാജാക്കന്മാർ കുലശേഖരൻ എന്ന് പറഞ്ഞ സ്ഥാനപ്പേരൊക്കെ സ്വീകരിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് അതൊക്കെ നോക്കി പോവാം. ഇനി അടുത്തത് എന്താണ്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ആട്രിബ്യൂട്ട് ഡാറ്റ ഇൻ GIS. അപ്പോൾ GIS എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്ത ടോപ്പിക്കാണ്. എന്ത്? ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ ആട്രിബ്യൂട്ട് ഡാറ്റ ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെ ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ ബി വാട്ടർ ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ക്വാളിറ്റി ഈസ് കൺസിഡേർഡ് ആസ് ആട്രിബ്യൂട്ട് ഡാറ്റ ഇൻ GIS. അപ്പോൾ GIS എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഇതിനകത്ത് ആട്രിബ്യൂട്ട് ഡാറ്റ അതുപോലെ തന്നെ സ്പേഷ്യൽ ഡാറ്റയും വരുന്നുണ്ട്. അപ്പോൾ സ്പേഷ്യൽ ഡാറ്റയും ആട്രിബ്യൂട്ട് ഡാറ്റയും ഉണ്ട്. സ്പേഷ്യൽ ഡാറ്റ എന്ന് വെച്ചാണെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെ അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഫീച്ചർ പറയുന്നതാണ് എന്ത്? സ്പേഷ്യൽ ഡാറ്റ. അബ്സല്യൂട്ട് ആയിട്ടൊരു കാര്യം പറയാം, റിലേറ്റീവ് ആയിട്ട് പറയാം. ആട്രിബ്യൂട്ട് ആണെങ്കിൽ ആ ഒരു അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ഫീച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ പറയുന്നതാണ് എന്ത്? ആട്രിബ്യൂട്ട് ഡാറ്റ. അതായത് വാട്ടർ ക്വാളിറ്റി അതൊരു എന്താണ്? ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് നോക്കി പോവാം കേട്ടോ. എന്താണ്? ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, സ്പേഷ്യൽ ആൻഡ് ആട്രിബ്യൂട്ട് ഡാറ്റ വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക. ഇനി അടുത്തത് എന്താണ്? ഹു ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ഇതും നമ്മൾ എന്താണ് വളരെ 5 year പ്ലാൻസ് ഒക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ് എന്ത്? നീതി ആയോഗ്. നീതി ആയോഗ് എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് അല്ലേ? എന്തിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ്? പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് 2015 January 1 വരുന്നതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. തിങ്ക് ടാങ്ക് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പ്രൈം മിനിസ്റ്റർ ആണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്നൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് നീതി ആയോഗ് എന്തിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ്, അത് വന്ന ഈ എന്താ പറയുക ഡേറ്റ് ഇയർ പഠിക്കണം. പിന്നെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ്. പിന്നെ അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക. ദ പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് നീതി ആയോഗ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്ന ഏജൻസിയാണ് ഇത്? നീതി ആയോഗ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ മീൻസ് ടു ബെറ്റർ സെർവ് നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ. ദ പ്രൈം മിനിസ്റ്റർ വിൽ ബിക്കം ദി ചെയർമാൻ ഓഫ് നീതി ആയോഗ്. നീതി ആയോഗ് പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഡേറ്റും കൂടെ നിങ്ങൾ മറന്നു പോകാണ്ട് നോക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് റിഗാർഡഡ് ആസ് ദി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി. നമുക്കറിയാം ഇന്ത്യൻ ഫോറിൻ പോളിസിൻ്റെ ആർക്കിടെക്ട് ആരാണ്? ഒരു സംശയമില്ലാതെ നമുക്കറിയാം ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഫോറിൻ പോളിസിൻ്റെ ആർക്കിടെക്ട്. കൃഷ്ണമേനോന്റെ സഹായത്തോടു കൂടിയൊക്കെ എന്താണ് ഒരു അസിസ്റ്റൻസിലൂടെയൊക്കെ ഇന്ത്യൻ ഫോറിൻ പോളിസിയൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഇന്ത്യൻ ഫോറിൻ പോളിസിൻ്റെ LPG ഒക്കെ നമുക്കറിയാം. എന്തൊക്കെയാണ് LPGൻ്റെ ഫുൾ ഫോം എന്താണ്? അപ്പം അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അതിൽ എന്താണ്? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹത്തിന് വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്നതാണ്. അപ്പോൾ ഓരോന്നും നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. അയൺമാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ? അതുപോലെ LPG നോക്കാം. ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വാസ് ദി ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസിൻ്റെ ആർക്കിടെക്ട് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു അപ്പോയിന്റ്സ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്? അപ്പോൾ നമുക്ക് ഇതെന്താണ് അറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണറെയും ഒക്കെ നിയമിക്കുക? ആരാണ്? പ്രസിഡന്റ് ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. The election commission is headed by chief election commission. It also comprises of other election commissioners. The president appoints from time to time. അപ്പോൾ പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ എന്താണ് ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷണറെ ഒക്കെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? The right to freedom of religion is guaranteed under which article of the Indian Constitution? അപ്പോൾ ഇതിൽ ഏത് ആർട്ടിക്കിളിലാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്? അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിളും അതുപോലെ ഏത് പാർട്ടിലാണ് വരുന്നത് അതൊക്കെ നിങ്ങൾ മറന്നു പോവാണ്ട് എന്തായാലും നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 വരുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 25 ആണ് എന്ത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ബാക്കിയുള്ളതൊക്കെ ഏതാ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 ആണ്. ഇനിയിപ്പോൾ ആർട്ടിക്കിൾ 40 എന്താണ്? ഈക്വാലിറ്റി ആണ് അല്ലേ. റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ദി ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ, ആർട്ടിക്കിൾ 40 ആണ്. ആർട്ടിക്കിൾ 21 ആണെങ്കിലോ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് എന്തും കൂടെ പഠിക്കാം, ആർട്ടിക്കിൾ 21A പഠിക്കാം. അതെന്താണ്? അത് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കാം. പിന്നെ എന്താണ് ആർട്ടിക്കിൾ 90? എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. പിന്നെയോ ആർട്ടിക്കിൾ 25 to 28 ആണ് ഇത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അതായത് 25 വരുന്നത് അല്ലേ. അപ്പോൾ എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റിലേഷൻ ടു ഗ്രീൻ റെവല്യൂഷൻ? ഈ ഒരു റെവല്യൂഷൻ നമ്മൾക്കറിയാം, ബ്ലൂ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ, യൂസ് ഹൈ yielding variety seeds, largely focused on the production of pepper, use of biocomposting and biofertilizers, largely depended on monsoons. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ ആണ്. അപ്പം നമ്മൾ റെവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും നമുക്ക് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ട്രഡീഷണൽ വേ എന്ന് എന്താണ്, ഒരു മോഡേൺ വേയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് പറയാം. അപ്പോൾ ഒരിക്കലും എന്താണ് ബയോ കമ്പോസ്റ്റിംഗ് ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആവാൻ സാധ്യതയില്ല. നമുക്ക് എന്താ ഉൽപ്പാദനം കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എല്ലാം നമുക്കറിയാം. പിന്നെ പെപ്പർ മാത്രമായിട്ടുള്ളതാണോ? അല്ല. അപ്പോൾ ഇതും അല്ല നമുക്കറിയാം. പിന്നെന്താ? ലാർജ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ മൺസൂൺ, ഒരിക്കലും അല്ല അല്ലേ. പിന്നെ ഓപ്ഷൻ എ ആണ് എന്തെന്ന് വരിക ആൻസർ വരിക, യൂസ് ഓഫ് ഹൈ yielding വെറൈറ്റി സീഡ്സ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ കൂടെ തന്നെ നിങ്ങൾ വൈറ്റ് റെവല്യൂഷനും ബ്ലൂ റെവല്യൂഷനും ഒക്കെ പഠിച്ചിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓരോ റെവല്യൂഷനും എന്ത് റിലേറ്റ് ചെയ്താണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ദി വേൾഡ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിലാണെങ്കിലോ MS സ്വാമിനാഥൻ ആണ് അല്ലേ. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു 1960s തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. അഡോപ്ഷൻ ഓഫ് മോഡേൺ മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ്, മോഡേൺ മെത്തേഡ്സും ടെക്നിക്സും പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഫാദേഴ്സൊക്കെ മറന്നു പോകാണ്ട് പഠിക്കാം. പിന്നെയോ വൈറ്റ് ആൻഡ് ബ്ലൂ റെവല്യൂഷൻ, അതൊക്കെ മാറിപ്പോകാണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇതിൽ നിന്ന്. ഇനി അടുത്തത് എന്താണ്? ഹു വാസ് ദി ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ പ്രിയാമ്പിളിലൊക്കെ അതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അതിൻ്റെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ഡി, BR അംബേദ്കർ. അംബേദ്കർ ആണ് എന്തെന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ചെയർമാൻ. ഡോക്ടർ BR അംബേദ്കർ വാസ് ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലേ. അപ്പം അടുത്ത് നോക്കാം. ഹൂ സെറ്റ് അപ്പ് ദി മിലിറ്ററി ഫോഴ്സ് കോൾഡ് ബ്ലാക്ക് ഷർട്ട്? അപ്പോൾ നമുക്ക് ആദ്യം അറിയാം നമ്മുടെ എന്താണ് ലോക യുദ്ധങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. വേൾഡ് വാർ, ഫസ്റ്റ് വാറും സെക്കൻഡ് വാറും ഒക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ വരുന്നുണ്ട് എന്താണ് ബ്ലാക്ക് ഷർട്ട് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ആരുമായിട്ടാണ്? ബെനിറ്റോ മുസോളിനിയാണ് എന്ത് ബ്ലാക്ക് ഷർട്ട്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് നമുക്ക് ഹിറ്റ്ലറെ പറഞ്ഞൂടെ? ഹിറ്റ്ലർ എന്താണ് ബ്രൗൺ ഷർട്ട്സ് അല്ലേ. അതുപോലെ ഗസ്റ്റപ്പോ ആരുതാണ്? അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾ വ്യക്തമായിട്ട്. ഇത് മാറിപ്പോകാണ്ട് ഇങ്ങനത്തെ കോൺസെപ്റ്റ് എന്തായാലും നോക്കി വെക്കുക, എന്തായാലും ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. പിന്നെ അതുപോലെ മുസോളിനും ഹിറ്റ്ലറും ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? അപ്പോൾ നോക്കാം. ബ്ലാക്ക് ഷർട്ട്സ് were originally the
മിലിറ്ററി വിങ് ഓഫ് ദി നാഷണൽ ഫാസിസ്റ്റ് പാർട്ടി. ഫാസിസവും നാസിസവും നമുക്കറിയാം, ജർമ്മനിയും ഇറ്റലിയും. ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ ഇൻ ഇറ്റലി ബൈ ബെനിറ്റോ മുസോളിനി. അപ്പോൾ ഇറ്റലിയിലാണ് എന്ത്, ബ്ലാക്ക് ഷർട്ട്സ് ഫാസിസ് ആണ്, ബെനിറ്റോ മുസോളിനിയാണ്. അപ്പോൾ ഇതന്നെ നമുക്ക് എന്താ കമ്പയർ ചെയ്ത് പഠിച്ചൂടെ? ആരാണ്? ഹിറ്റ്ലർ ആണ്, ബ്രൗൺ ഷർട്ട്സ് ആണ്, പിന്നെയോ നാസിസ് ആണ്, എവിടെയാണ്? ജർമ്മനിയിലാണ് അല്ലേ. ഇത് കണക്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ ഗസ്റ്റപ്പോ മാറിപ്പോകാണ്ട് പഠിക്കാം. അടുത്ത നോക്കാം, റിഫ്റ്റ് വാലി ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ റിഫ്റ്റ് വാലി ഏതാണ്? നർമ്മദ വാലിയാണ്. അപ്പം ഇന്ത്യയിൽ റിഫ്റ്റ് വാലീസ് ആയിട്ട് ഒഴുകുന്ന 3 നദികളാണ് ഏതൊക്കെ? നർമ്മദ, താപ്തി, ദാമോദർ എന്ന് പറയുന്നത്. അപ്പോൾ നർമ്മദ ആൻഡ് താപ്തി ആർ ദി മേജർ റിവേഴ്സ് ഇൻ ഇന്ത്യ ദാറ്റ് ഫ്ലോ ത്രൂ ദ റിഫ്റ്റ് വാലീസ്. സോ നർമ്മദ വാലി ഈസ് ദ റിഫ്റ്റ് വാലി ഇൻ ഇന്ത്യ. അപ്പം നർമ്മദയും താപ്തിയും ഒക്കെയാണ് എന്ത്, റിഫ്റ്റ് വാലി കൂടെ ഒഴുകുന്ന നദികൾ. അപ്പം ഇന്ത്യയിലെ റിഫ്റ്റ് വാലി ഏതാണ്? നർമ്മദ വാലിയാണ്. അടുത്ത നോക്കാം, ഇതൊക്കെ ജോഗ്രഫിയാണ്. അടുത്തത് എന്താണ്? വിച്ച് ഈസ് എ സെക്കൻഡറി സോഴ്സ്. ഇനി അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സ്. അപ്പം നമുക്കറിയാം പേര് പോലെ തന്നെ പ്രൈമറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ഒരു സ്റ്റഡീൻ്റെ ആ ഒരു ടൈമിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് നേരിട്ടായിട്ട് ഒരാൾ എഴുതുന്ന കാര്യമാണ് അല്ലേ. സെക്കൻഡറി ആണെങ്കിലോ ഒരു സെക്കൻഡറി സോഴ്സ് ആണ്, നേരിട്ടൊരു ബന്ധമില്ല, നേരിട്ടൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? സ്റ്റാമ്പ്സും കോയിൻസും ഹിസ്റ്റോറിക്കൽ പെയിൻറ്റിങ്സും ഒക്കെ എന്താ ആ ഒരു സമയത്ത് സംഭവിച്ച കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ന്യൂസ് പേപ്പർ ആണെങ്കിലോ, ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമ്മൾ കണ്ടെഴുതുന്ന കാര്യങ്ങളല്ല, ഒരു സെക്കൻഡറി സോഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം സെക്കൻഡറി സോഴ്സ് എന്താണ്? ന്യൂസ് പേപ്പർ ആണ്. Secondary sources were created by someone who did not experience first-hand or participate in the events or condition you are researching. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്താണ്, നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നില്ല. പിന്നെയോ എക്സാമ്പിൾ ഏതൊക്കെയാണ്? പിന്നെ ടെക്സ്റ്റ് ബുക്ക്, ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബയോഗ്രഫി ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തത്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കൈൻഡ് ഓഫ് ടൈം ലൈൻ. അപ്പോൾ ഇത് സോഷ്യൽ സയൻസിലെ ടൈം ലൈൻ അല്ലാത്തത്. നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഏതാണ്? റിലേഷൻഷിപ്പ് ടൈം ലൈൻ ആണ് അല്ലേ. കാരണം നമ്മൾ സോഷ്യൽ സയൻസിൽ നമ്മൾ പ്രോഗ്രസീവ് പഠിക്കുന്നുണ്ട്, റിഗ്രസീവ് പഠിക്കുന്നുണ്ട്, പിക്ടോറിയൽ ടൈം ലൈൻ, ഇതൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പെഡഗോജി റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ടൈം ലൈൻ ആണ് എന്ത്, നമ്മൾ ഇല്ലാത്തത്. ഇൻ സോഷ്യൽ സയൻസ് വി ക്യാൻ മേക്ക് ടൈം ലൈൻസ് such as progressive timeline, regressive timeline and pictorial lines. അപ്പോൾ പ്രോഗ്രസീവും റിഗ്രസീവും ഒക്കെ നമുക്കറിയാം. അതായത് ഒരു ഇവന്റ് സംഭവിച്ചെന്താണ് കൂടി നമ്മൾ ടൈം ലൈനിൽ ഏർപ്പെടുത്തൂലേ, അതാണ് പ്രോഗ്രസീവ്. കുറഞ്ഞ് വരുന്ന റിഗ്രസീവ്. പിന്നെ അതുപോലെ പിക്ടോറിയൽ ടൈം ലൈൻ. ഇത് മൂന്നും നമുക്ക് അറിയുന്ന കോൺസെപ്റ്റാണ്. അതില്ലാത്തത് ഏതാണ്? റിലേഷൻഷിപ്പ് ടൈം ലൈൻസ് ആണ് അല്ലേ. അടുത്തത് എന്താണ്? ഡാൽട്ടൺ പ്ലാൻ വാസ് ഡെവലപ്ഡ് ബൈ. ഡാൽട്ടൺ പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഈ ഒരു ഡാൽട്ടൺ പ്ലാൻ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആരാണ്? ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരാണ്? ഹെലൻ പാർക്ഹേഴ്സ്റ്റ് ആണ് എന്ത്, ഡാൽട്ടൺ പ്ലാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡാൽട്ടൺ പ്ലാൻ എ സെക്കൻഡറി എഡ്യൂക്കേഷൻ ടെക്നിക് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ലേണിംഗ്. അപ്പോൾ ഇൻഡിവിജ്വൽ ലേണിംഗ് ഒരു സെൽഫ് സ്റ്റഡി, ആ ഒരു മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ഡാൽട്ടൺ പ്ലാൻ ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഹെലൻ പാർക്ഹേഴ്സ്റ്റ് ആണ്. 1919 ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് എ സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ് ആൻഡ് ദെൻ ഇൻ 1920 ഇൻ ദി ഹൈ സ്കൂൾ ഓഫ് ഡാൽട്ടൺ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഏതാണ് ഇയർ, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അടുത്ത എന്താണ്? ഹയസ്റ്റ് തിങ്കിങ് എബിലിറ്റി ഇൻ ബ്ലൂംസ് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി നമ്മൾ വ്യക്തമായിട്ട് പെഡഗോജി പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയും പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് തിങ്കിങ് എബിലിറ്റി ഇതിൽ ഏതാണ് വരുന്നത്? ക്രിയേറ്റ് ആണ് അല്ലേ. അപ്പോൾ നോക്കാം, ക്രിയേറ്റ് ഈസ് ദ ഹയസ്റ്റ് തിങ്കിങ് എബിലിറ്റി ഇൻ ബ്ലൂംസ് റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ റിവൈസ്ഡ് ആയിട്ട് വരുന്നത്. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ റിവൈസ്ഡ് ടാക്സോണമിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? ക്രിയേറ്റ് ആണ് ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മൾ പെഡഗോജിയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇനി എന്താണ്? എ സോഴ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. നേരത്തെ എന്താണ് പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും നമ്മളെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് പേപ്പർ എന്താണ്? ഒരു സെക്കൻഡറി സോഴ്സ് ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് എന്തായിരിക്കും? തീർച്ചയായിട്ടും ഒരു പ്രൈമറി സോഴ്സ് ആണ് അല്ലേ. കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, വേഗം കിട്ടും.
എ സോഴ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി ഹിസ്റ്റോറിക്കൽ ഇവന്റ് ഈസ് പ്രൈമറി സോഴ്സ്. അപ്പോൾ ഡയറക്ട്ലി കണക്റ്റഡ് ആണ് എന്ത് പ്രൈമറി സോഴ്സ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് പറയുന്നത് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. സെക്കൻഡറി ആണെങ്കിലോ ഡയറക്റ്റ് ആയിട്ടൊരു പാർട്ടിസിപ്പേഷൻ ഇല്ല. അടുത്ത നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഗീവ് മോർ റോൾ ടു ലേണർ. അപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ലേണേഴ്സിന് കൂടുതൽ എന്താണ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ റോൾ കൊടുക്കുന്നതിൽ ഏത് മെത്തേഡാണ്? ഒരു സംശയമില്ലാണ് നമുക്ക് എന്ത് പറയാം, പ്രൊജക്ട് മെത്തേഡിലാണ് എന്ത് കുട്ടികൾക്ക് കുറച്ചും കൂടെ റോള് കിട്ടുന്നത്. നമുക്കറിയാം ലെക്ചർ മെത്തേഡൊക്കെ എന്താണ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആ. അതിൽ കൂടുതലും ആരാണ് സെൻറ്റർ എന്ന് പറയുന്നത്? ടീച്ചർ സെൻട്രിക് ആണ് അല്ലേ. ലെക്ചർ മെത്തേഡ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ ഒക്കെ എന്താണ് ടീച്ചർ സെൻറ്റേഡ് മെത്തേഡാണ്. അപ്പോൾ പ്രൊജക്ട് മെത്തേഡിലാണ് എന്തുള്ളൂ ലേണേഴ്സിന് കൂടുതൽ റോള് കിട്ടുന്നുള്ളൂ. അപ്പം നമുക്കിതെന്താണ് ഈ ഒരു സംഭവം എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കാം. ഇൻ ലെക്ചർ, ഡെമോൺസ്ട്രേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് മോർ റോൾ വിൽ ബി ഗിവൺ ടു ടീച്ചർ. ഈ മൂന്നെണ്ണം എന്താണ് ടീച്ചർ സെൻട്രിക് ആണെന്ന് നമുക്കറിയാം. പിന്നെ നാലാമത്തെ ഏതാണുള്ളൂ പ്രൊജക്ട് മെത്തേഡാണ് അല്ലേ. അപ്പോൾ പ്രൊജക്ട് മെത്തേഡാണ് ലേണേഴ്സിന് കൂടുതൽ റോള് കിട്ടുന്നത്. ഓക്കെ. ഇനി സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യൽ സയൻസ് ഇൻക്ലൂഡ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് നമ്മുടെ ഒരു ഇത് വെച്ച് നമുക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സോഷ്യൽ സയൻസിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ഹ്യൂമൻ റിലേഷൻഷിപ്പ്. സോഷ്യൽ സയൻസ് എന്ന് വെച്ചാൽ തന്നെ നമുക്കറിയാം ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നെയോ സോഷ്യൽ എൻവയോൺമെൻറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും വരും. പെഡഗോജി എന്താണ് സോഷ്യൽ സയൻസിൻ്റെ ഒരു സബ്ജക്ട് മാറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ ഏതാണ് 1, 2, 4 എന്താണ് സോഷ്യൽ സയൻസിൻ്റെ സബ്ജക്ട് മാറ്റർ ആണ്. പെഡഗോജിക്കൽ ഇഷ്യൂ എന്താണ് സോഷ്യൽ സയൻസിൻ്റെ സബ്ജക്ട് മാറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എ ആണ് വരുന്നത്. 1, 2, 4. സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യൽ സയൻസ് ഇൻക്ലൂഡ്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് നമുക്കറിയാം, പിന്നെയോ സ്റ്റഡി ഓഫ് കറണ്ട് അഫയേഴ്സ്, സ്റ്റഡി ഓഫ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഇതൊക്കെ എന്താണ് സോഷ്യൽ സയൻസിൻ്റെ ഒരു സബ്ജക്ട് മാറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ നമുക്ക് വായിച്ച് നോക്കി ആൻസർ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ആപ്പ് ലേണിംഗ് മെത്തേഡ് ടു ഗെറ്റ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ടു പീപ്പിൾ. കുട്ടികൾക്ക് എന്താണ് ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന മെത്തേഡ് ഇതിലിപ്പോൾ ഏതാണ്? സെമിനാർ അല്ല, മാപ്പ് റീഡിങ്, അസൈൻമെൻറ്റ്. അപ്പോൾ ഇതിലിപ്പോൾ ഏതാണ്? ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാം ഫീൽഡ് ട്രിപ്പാണ്. കാരണം ഫീൽഡ് ട്രിപ്പ് ആവുന്ന സമയത്ത് എന്താ കുട്ടികൾക്ക് അവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എൻവയറമെൻറ്റിൽ പോയി കുട്ടികൾക്ക് എന്താണ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടും. ഒരു സെമിനാർ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു മാപ്പ് റീഡിംഗ് ആണെങ്കിലോ അസൈൻമെൻ്റ് ഒക്കെയാണ് എന്താ കുട്ടിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്താ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. സെമിനാർ, മാപ്പ് റീഡിംഗ്, അസൈൻമെൻറ്റ് വിൽ നോട്ട് ഗിവ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ടു പീപ്പിൾ, സോ ഫീൽഡ് ട്രിപ്പ്. അപ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ആൻസറാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് മോഡേൺ ലേണിംഗ് എയ്ഡ് ആണ്. അപ്പോൾ എന്താണ് മോസ്റ്റ് മോഡേൺ ലേണിംഗ് എയ്ഡ് ഏതാണ് ഇതിൽ? ഗ്രീൻ ബോർഡ്, വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ്, സ്മാർട്ട് ബോർഡ്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തറിയാം സ്മാർട്ട് ബോർഡാണ് എന്ത് മോഡേൺ ലേണിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. സ്മാർട്ട് ബോർഡ് ഈസ് ദ മോസ്റ്റ് മോഡേൺ ലേണിംഗ് എയ്ഡ് നമുക്കറിയുന്ന കാര്യമാണ്. ഇനിയോ വിച്ച് ഈസ് കറക്റ്റ് സീക്വൻസ് ഇൻ എ പ്രൊജക്ട് മെത്തേഡ് ഓഫ് സോഷ്യൽ സയൻസ്. അപ്പോൾ സോഷ്യൽ സയൻസിലെ എന്താണ് പ്രൊജക്ട് മെത്തേഡിൻ്റെ സീക്വൻസ് സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഏതാണ് വരിക? പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ കൊടുക്കുക, അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയോ രണ്ടാമത്തെ എന്ത് ചെയ്യും? പ്ലാനിങ് ഓഫ് ദി പ്രൊജക്റ്റ്. നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്യും. മൂന്നാമത്തതോ എക്സിക്യൂട്ട് ചെയ്യും. നാലാമത്തതോ അത് ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഏതാണ്? റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യും, പിന്നെ നമ്മൾ അതിന് പ്ലാൻ ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, ലാസ്റ്റാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓർഡറിൽ വരുന്ന ഏതാണ് ആൻസർ ഇതിൽ വരുന്നത്? ഓപ്ഷൻ സി ആണ് എന്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പ്രൊജക്ട് മെത്തേഡിൻ്റെ സ്റ്റെപ്സ്. നമുക്ക് തന്ന അതേ ഓപ്ഷനാണ്. പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് വരിക. പിന്നെയോ നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, പിന്നെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താണ് എത്രയോ പ്രാവശ്യം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് എന്താണ് അതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇപ്പോൾ പ്രൊജക്ട് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. പ്രൊജക്ട് മെത്തേഡിലാണ് എന്ത് കൂടുതലും ആർക്ക് റോള് കിട്ടുന്നത്? ലേണേഴ്സിന് കൂടുതൽ റോള് കിട്ടുന്നത് പ്രൊജക്ട് മെത്തേഡിനാണ്. പിന്നെ സ്റ്റെപ്സ് ഓഫ് പ്രൊജക്ട് മെത്തേഡ് എന്താണ് സോഷ്യൽ സയൻസിൽ ഇതൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതും എന്താണ് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂമിസ്മാറ്റിക്സ് ഈസ്
ഈ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഒരുപാട് എണ്ണമുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരാത്തൊന്നുണ്ട്, സ്റ്റഡി ഓഫ് സോയിൽസ്. അതെന്താന്ന് നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? സ്റ്റഡി ഓഫ് കോയിൻസ് ആണ് എന്ത് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് മാപ്സ് എന്താണ് നമ്മൾ പറയുക? കാർട്ടോഗ്രഫി എന്നാണ് സ്റ്റഡി ഓഫ് മാപ്സ് അറിയപ്പെടുക. പിന്നെയോ സ്റ്റഡി ഓഫ് കോയിൻസ് ആണ് എന്ത്? ന്യൂമിസ്മാറ്റിക്സ്. പിന്നെ മൂന്നാമത്തത് എന്താണ്? സ്റ്റഡി ഓഫ് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. പിന്നെയോ സ്റ്റഡി ഓഫ് സ്റ്റാമ്പ്സ് എന്താണ്? ഫിലാറ്റലി. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാത്ത കാര്യം എന്താണ്? സ്റ്റഡി ഓഫ് സോയിൽസ് ആണ്, പെഡലോജിയാണ്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണ്? 3 dimensional representation ഓഫ് എ റിയൽ തിങ്. അപ്പോൾ എന്താണ് ഒരു ഒബ്ജക്റ്റിൻ്റെ എന്താണ് 3 dimensional representation? എന്താണ്? ചാർട്ട് വരില്ല, ടൈം ലൈൻ വരില്ല, മാപ്പ് വരില്ല, പിന്നെ എന്ത് വരും? മോഡൽസ് ആണ് അല്ലേ. ഇതെന്താണ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. മോഡൽസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് നമ്മൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട മോഡൽസൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു സാധനത്തിൻ്റെ എന്താണ് ഒരു 3 dimensional representation എന്ന് പറയുന്നത് എന്താണ്? മോഡലാണ്. ചാർട്ടും ടൈം ലൈനും മാപ്പൊന്നും വരില്ല എന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. The 3 dimensional representation of a thing or of a proposed structure typically on a smaller scale than the original. അപ്പോൾ ഒറിജിനലിനെക്കാട്ട് എന്താണ് ഒരു സ്മോളർ ആയിരിക്കും അല്ലേ. പിന്നെ എന്താ 3 dimensional നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സ്മോളർ വേർഷൻ ആയിട്ട് നമുക്ക് തോന്നും. അപ്പം മോഡൽസ് അതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊക്കെ പെഡഗോജി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. The form of discussion in which 2 opposing arguments on a topic are presented. അറിയാം. അതായത് ഒരു ടോപ്പിക് തന്നെ എന്താണ് അത് ഫേവർ ചെയ്യുന്ന ആളുകളും അതായത് അതിനോട് യോജിക്കുന്ന ആളുകളും ഉണ്ടാവും. അതിലെന്താണ് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ഒരു ടോപ്പിക്കിനോട് എന്താണ് അങ്ങനെ 2 ആർഗ്യുമെന്റ്സ് വരുന്ന തരത്തിലുള്ള ഡിസ്കഷൻ നമ്മൾ എന്താ പറയുക? ഓപ്ഷൻസ് ഇപ്പം എന്താ ഉള്ളത്? ഡിബേറ്റ് ആണ്. അറിയാം. സെമിനാർ ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. സിമ്പോസിയം, പാനൽ ഡിസ്കഷൻ ഒന്നും ആണെങ്കിലാ ഇല്ല. അപ്പോൾ ഡിബേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പോസിങ് ആർഗ്യുമെന്റ്സ് ഓൺ എ ടോപ്പിക്. നമുക്കറിയുന്ന കാര്യമാണ്. ഇതൊക്കെ നമുക്ക് വായിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഡിബേറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ഫോർമൽ discussion and oral address on a particular topic or collections of topics, often including a moderator and an audience. In a debate, arguments are put forward for common opposing viewpoints. എപ്പോഴും എന്താണ് ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ എന്താണ് 2 ഓപ്പോസിങ് ആർഗ്യുമെന്റ്സ് വരുന്ന കാര്യം എന്താണ്? ഡിബേറ്റ് ആണ്. അറിയുന്ന കാര്യമാണ് അല്ലേ. ഇനി അടുത്തത് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. നമുക്കറിയാം നമ്മൾ എന്താ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഗുഡ് ഫീച്ചേഴ്സ് എന്താണ്, കരിക്കുലത്തിൻ്റെ പ്രിൻസിപ്പിൾസ്, അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിന് എന്താണ് ഒരിക്കലും ഇല്ലാത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കാം? കോൺസെപ്റ്റ് മാപ്പ് എപ്പോഴും എന്താ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇത് അല്ല, അതായത് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരില്ല. പിന്നെ എന്താണ് ഹെൽപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. അപ്പോൾ എന്താണ് ഒരു ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും എന്താണ് കുട്ടികൾക്ക് എന്താ ഇൻഡിവിജ്വൽ ലേണിംഗ് അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതും എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരില്ല. പിന്നെ മൂന്നാമത്തതോ കൺസിഡർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമുക്കറിയാം അപ്പോൾ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ എപ്പോഴും എന്താ നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് മൂന്നും അല്ലെങ്കിൽ പിന്നെ നാലാമത്തത് എന്താണ്? കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ ഒരു പുസ്തകത്തിൽ എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസറും അതെന്താണ് ഒരിക്കലും ഒരു സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫീച്ചർ ആവില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അപ്പോൾ ഇതെന്താണ് ഇതാ ഒരു സോഷ്യൽ സയൻസ് ബുക്കിൻ്റെ ക്വാളിറ്റി ആയിട്ട് വരില്ല അല്ലെങ്കിൽ ഒരു ഫീച്ചറായിട്ട് നമ്മൾ പറയില്ല. നമുക്ക് വായിച്ച് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ക്യാരിഡ് ഔട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി കോഴ്സ് ഓഫ് സ്റ്റഡി. അപ്പോൾ നമ്മൾ എന്താ ഒരു കോഴ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡീൻ്റെ ഏറ്റവും അവസാനം നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്താണ്? സമ്മേറ്റീവ് ആണ്. വായിക്കുമ്പോൾ തന്നെ അറിയാം. ഫോർമേറ്റീവ് എന്താണ്? നമ്മൾ എന്താണ് മുന്നേ ചെയ്ത് തുടങ്ങുന്ന കാര്യങ്ങളാണ്. കണ്ടിന്യൂസ് ആണെങ്കിലോ ത്രൂ ഔട്ട് ആ ഒരു കോഴ്സിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്ന ഇവാലുവേഷനാണ് കണ്ടിന്യൂസ് പ്രോസസ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിലേതാണ് ആൻസർ? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് അല്ലേ. അതായത് എന്താണ് എൻഡ് ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി കോഴ്സ് ഓഫ് സ്റ്റഡി, ഏറ്റവും അവസാനം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് CCA. CCA എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ഏതാണ്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് അല്ലേ.
Summative evaluation is a type of evaluation that occurs at the end of a learning period or a program. ഒരു ലേണിംഗ് പ്രോഗ്രാമിൻ്റെ എന്താ ഏറ്റവും അവസാനം നടത്തുന്ന ഇവാലുവേഷൻ ആണ് എന്ത്? സമ്മേറ്റീവ് ഇവാലുവേഷൻ. പിന്നെയോ ഇറ്റ് അസസ് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് വെദർ ദേ ഹാവ് മെറ്റ് ദി എസ്റ്റാബ്ലിഷ്ഡ് ലേണിംഗ് ഗോൾസ്. അപ്പോൾ എന്താണ്, ഈ കുട്ടികൾ നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞോ? കോഴ്സിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന ഇവാലുവേഷൻ ആണ് എന്ത്? സമ്മേറ്റീവ്. ആ പേര് പോലെ തന്നെ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫീൽഡ് സ്റ്റഡീസ് റിലേറ്റഡ് ടു. ഫീൽഡ് സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഏത് മെത്തേഡ് കൂടിയാണ് കിട്ടുക? ഏതാണ്? ഫീൽഡ് സ്റ്റഡിയാണ്. അപ്പോൾ ഈ ഫീൽഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇതിൽ ഏതായിരിക്കും കുറച്ചുകൂടി റിലേറ്റ് ആയിരിക്കുക? റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അല്ലേ? കാരണം നമ്മളിപ്പോൾ എൻ്റെ ഒരു കാര്യത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഫീൽഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ റിയൽ ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി കണ്ടറിഞ്ഞ് പഠിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതായിട്ടൊരു കണക്ഷൻ വരികയാണ്. അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ഫീൽഡ് സ്റ്റഡി വന്നിരിക്കുന്നത്. എ ഫീൽഡ് സ്റ്റഡി റെഫേഴ്സ് ടു റിസർച്ച് ദാറ്റ് ഈസ് അണ്ടർടേക്കൺ ഇൻ ദ റിയൽ വേൾഡ് വേർ ദി കൺഫൈൻസ് ഓഫ് എ ലബോറട്ടറി സെറ്റിംഗ് ആർ അബാൻഡൻ ഇൻ ഫേവർ ഓഫ് എ നാച്ചുറൽ സെറ്റിംഗ്. അപ്പോൾ എന്താണ്, ഒരു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താ റിയൽ വേൾഡും ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഫീൽഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫീച്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇതിൽ ഏതാണ് ക്രിയേറ്റിവിറ്റീൻ്റെ ഫീച്ചറായിട്ട് വരുന്നതാണ്? ഇൻസ്പിറേഷൻ, ക്ലവർനെസ്, ഒറിജിനാലിറ്റി, ഐഡിയൽനെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഒറിജിനാലിറ്റി ആണ് അല്ലേ എന്ത് ക്രിയേറ്റിവിറ്റീൻ്റെ ഒരു ഫീച്ചർ ഈ തന്നിരിക്കുന്നവയിൽ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇമാജിനേഷൻ, പർപ്പസ്, ഒറിജിനാലിറ്റി ആൻഡ് വാല്യൂ. അപ്പോൾ ഈ 4 എണ്ണമാണ് എന്ത് ക്രിയേറ്റിവിറ്റീൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഏതൊക്കെയാണ്? ഇമാജിനേഷൻ, പർപ്പസ്, ഒറിജിനാലിറ്റി ആൻഡ് വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രിട്ടിക്കൽ പെഡഗോജി അഡ്വക്കേറ്റ്സ്. അപ്പോൾ ഇത് നമ്മൾ പെഡഗോജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണല്ലേ സോഷ്യൽ സയൻസുകാർ. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജി നമുക്ക് ആരാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? പൗലോ ഫെയർ ആണ് അല്ലേ. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ പെഡഗോജി അഡ്വക്കേറ്റ്സ് ചെയ്യുന്ന എന്താണ് നോക്കുമ്പോൾ തന്നെ അറിയാം. റോട്ട് ലേണിംഗ് ആണോ? ഒരിക്കലും അല്ല. റോട്ട് ലേണിംഗ് എന്താണ്, നമ്മൾ മനസ്സിലാക്കുക പോലും ഇല്ലാണ്ട് ഒരു കാര്യം പഠിച്ചെടുക്കുന്നതാണ് അല്ലേ. സ്ട്രിക്ട് ഡിസിപ്ലിൻ അല്ല, ബാങ്കിങ് സിസ്റ്റം അല്ല, പിന്നെ എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂ. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജിയിലൂടെ ഒരു കുട്ടിക്ക് എന്താണ്, ഒരു സോഷ്യലി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ കുട്ടീൻ്റെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ എന്താണ് ഡെവലപ്പ് ചെയ്യാണ് എന്ത് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പൗലോ ഫ്രെയർ വാസ് എ ചാമ്പ്യൻ ഓഫ് വാട്ട് ഈസ് നോൺ ആസ് ടുഡേ ആസ് ക്രിട്ടിക്കൽ പെഡഗോജി. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത ആരാണ്? പൗലോ ഫ്രെയർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കണം ആരാണെന്നുള്ളത്. ഇതെന്ന് പറയുന്നത് കുട്ടികൾക്ക് എന്താണ്, എന്തൊരു കാര്യം കണ്ടോട്ടെ അതിനൊരു ഒരു സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്ക് അവരിൽ ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദാറ്റ് എൻകറേജ് ദ സ്റ്റുഡൻസ് ടു ക്രിട്ടിക്കൽ ടുവേർഡ്സ് ദെയർ റിയാലിറ്റി. അപ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള സിറ്റുവേഷനോട് എന്താണ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അവർ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് അവരിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജി ആരാ ഡെവലപ്പ് ചെയ്തത്? പൗലോ ഫ്രെയർ ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദി ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ഇൻ ഡെപ്ത് സ്റ്റഡി അബൌട്ട് എ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു കുട്ടീനെ പറ്റി എന്താ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് എന്ത് കേസ് സ്റ്റഡിയാണ് ഇതിൻ്റെ ആൻസർ വരിക അല്ലേ. അതായത് ആ കുട്ടീനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുക. സോഷ്യോമെട്രി അല്ല. സോഷ്യോമെട്രി എന്താണ്, കുട്ടികളുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ ലെവലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇൻ്റർവ്യൂ വരില്ല, ക്വസ്റ്റ്യനെയർ അല്ല. പിന്നെ എന്താണ് ഇൻഡെപ്ത് സ്റ്റഡി എന്ന് പറയുമ്പോൾ ആ ഒരു ടേം ആലോചിച്ച് വെക്കുക. ഇൻഡെപ്ത് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താണ് ഉത്തരം വരിക? കേസ് സ്റ്റഡിയാണ് വരിക. കേസ് സ്റ്റഡിയും ആക്ഷൻ റിസർച്ചും മാറിപ്പോവാണ്ട് പഠിക്കാം. അപ്പം എന്താണ് കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ? എ കേസ് സ്റ്റഡി ഈസ് എ റിസർച്ച് മെത്തേഡ് ടു ഗെയിൻ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ സബ്ജക്ട് ഓർ എ പ്രോസസ്. കേസ് സ്റ്റഡീസ് ഇൻവോൾവ് ഇൻഡെപ്ത് റിസർച്ച്. അപ്പോൾ എന്താണ് ഒരു ഇൻഡെപ്ത് റിസർച്ച് ആണ് എന്തെന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഡാൽട്ടൺ പ്ലാൻ ഈസ് ഓൾസോ നോൺ ആസ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഡാൽട്ടൺ പ്ലാൻ എന്താണ്. അതിന് ആ ഒരു ടോപ്പിക്കിൽ വരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാൽട്ടൺ പ്ലാൻ ലബോറട്ടറി പ്ലാൻ എന്നും അറിയപ്പെടും. ആരാണ് കൊണ്ടുവന്നത്? നേരത്തെ പറഞ്ഞതാണ്, ആലോചിച്ച് വെക്കുക. ഇയറും മറന്നു പോകാണ്ട് പഠിക്കാം. The Dalton plan is a method of education by which pupils work at their own place and receive individual help from the teacher when necessary. അപ്പോൾ കുട്ടികൾ എന്താണ് അവരുടെ സ്പേസിലിരുന്ന് അവരുടെ വർക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. ടീച്ചറിൻ്റെ ആ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ അല്ലേ. അവിടെ എന്താണ് നോ ഫോർമൽ ക്ലാസ് ഇൻസ്ട്രക്ഷൻ. ഫോർമലായിട്ടൊരു ക്ലാസ്സോ ഇൻസ്ട്രക്ഷനോ ഒന്നും തന്നെയില്ല. കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് എന്തുള്ളൂ ടീച്ചർ ഒരു സ്കഫോൾഡർ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു റോളാണ് ടീച്ചർക്ക് അവിടെയുള്ളൂ. ഡാൽട്ടൺ പ്ലാൻ ആരാണ് കൊണ്ടുവന്നത്?
പാർഖസ്റ്റ് ആണ് 1919. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറന്നു പോകേണ്ട, എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഡാൽട്ടൺ പ്ലാൻ എന്ന് പറയുന്നത് ലബോറട്ടറി പ്ലാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദി നോളജ് ഡൊമെയിൻ ഓഫ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ നോളജ് ലെവൽ നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇത് അതേ ഓർഡറിലാണോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഹയസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? മെറ്റാ കോഗ്നിറ്റീവ് ആണ്. എന്ത്? ഹയസ്റ്റ് ലെവൽ ഇൻ ദി നോളജ് ഡൊമെയിൻ. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലെ ഏറ്റവും ഹയസ്റ്റ് നോളജ് ഡൊമെയിൻ ഏതാണ്? മെറ്റാ കോഗ്നിഷൻ ആണ്. നമുക്കറിയാം തിങ്കിങ് അബൌട്ട് തിങ്കിങ് അല്ലെങ്കിൽ നോളജ് അബൌട്ട് നോളജ് നമുക്ക് പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ദ ഫോംസ് ഓഫ് നോളജ് ആർ ലിസ്റ്റഡ് ഇൻ ദി റിവൈസ്ഡ് ടാക്സോണമി. അപ്പോൾ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഇതേ ലെവലിലാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് വരുന്നത്. അതിനെ തൊട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? ഏറ്റവും ആദ്യം ഫാക്ച്വൽ നോളജ്, പിന്നെ കോൺസെപ്റ്റുവൽ നോളജ്, ദെൻ പ്രൊസീജിയർ നോളജ്, മെറ്റാകോഗ്നിഷൻ. അപ്പോൾ ഈ ഒരു ഓർഡർ നിങ്ങൾ മറന്നു പോവാണ്ട് തെറ്റിപ്പോവാണ്ട് പഠിച്ചു വെക്കാം. ഫാക്ച്വൽ, കോൺസെപ്ച്വൽ, പ്രൊസീജിയറൽ, മെറ്റാകോഗ്നിറ്റീവ്. മെറ്റാകോഗ്നിറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്? അതായത് ഒരാളെ പറ്റിയുള്ള ഒരു അവബോധം. അപ്പോൾ നോളജ് അബൌട്ട് നോളജ് അല്ലെങ്കിൽ തിങ്കിങ് അബൌട്ട് തിങ്കിങ് അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് മെറ്റാകോഗ്നിഷൻ. അപ്പോൾ ഫാക്ച്വൽ, കോൺസെപ്ച്വൽ, പ്രൊസീജിയറൽ, മെറ്റാകോഗ്നിഷൻ. ഇനി അടുത്തത് എന്താണ്? പ്രൊസീഡ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ. അപ്പം ഇത് നമുക്കിത് ജനറൽ ടു പെർട്ടിക്കുലർ എന്ന് കാണുമ്പോൾ തന്നെ എന്താണ്? പ്രൊജക്ട് മെത്തേഡ് അല്ല, അതുപോലെ ട്രാൻസ്ഡക്റ്റീവ് മെത്തേഡ് അല്ല എന്ന് നമുക്കറിയാം. പിന്നെ ഏതാണ്? ഡിഡക്റ്റീവോ ഇൻഡക്റ്റീവോ, ഇതിലേതോ ഒന്നാണ്. കാരണം നമുക്കറിയാം ജനറൽ ടു പെർട്ടിക്കുലർ, പെർട്ടിക്കുലർ ടു ജനറൽ. അപ്പോൾ ഇതിലേതാണ് ആൻസർ വരിക? ജനറൽ ടു പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ ഡിഡക്റ്റീവ് ആണ് അല്ലേ. ഇൻഡക്റ്റീവ് ആകുമ്പോൾ അപ്പോൾ നേരെ എന്തായിരിക്കും? അപ്പോൾ പെർട്ടിക്കുലർ ടു ജനറൽ ആണ് എന്തെന്ന് പറയുക? ഇൻഡക്റ്റീവ് എന്ന് പറയുക. ഡിഡക്റ്റീവ് റീസണിങ് ഈസ് എ ലോജിക്കൽ അപ്രോച്ച് വേർ യു പ്രോഗ്രസ് ഫ്രം ജനറൽ ഐഡിയാസ് ടു സ്പെസിഫിക്. അപ്പോൾ ജനറൽ ടു, അതായത് ഒരു ജനറൽ കാര്യത്തിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോകുന്നതാണ് എന്ത്? ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് ആണെങ്കിലോ സ്പെസിഫിക് ടു ജനറൽ, അതാണ് എന്ത്? ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. മാറിപ്പോവാണ്ട് നോക്കുക, ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും. അടുത്തത് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൂൾ ഫോർ ഫോർമേറ്റീവ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഇൻ എ സോഷ്യൽ സയൻസ്. അപ്പോൾ ഇതിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് ടൂൾ അല്ലാത്തത് ഏതെന്നാ? ഏതായിരിക്കാം? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ആൻസർ എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് നമുക്കറിയാം എന്താണ്? നമുക്ക് കുട്ടികൾ എത്രത്തോളം അറ്റൈൻ ചെയ്തു, നമ്മൾ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുക? അച്ചീവ്മെന്റ് ടെസ്റ്റ് ചെയ്യുക അല്ലേ. ആൻ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഈസ് എ ടെസ്റ്റ് ഓഫ് ഡെവലപ്ഡ് സ്കിൽ ഓർ നോളജ്. The most common type of achievement test is a standardized test developed to measure skills and knowledge learned in a given grade level, usually through planned instruction such as training or classroom instruction. അപ്പോൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് എന്ത്? ഫോർമൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫോർമൽ അസസ്മെന്റ് ഒരു ടൂൾ അല്ലാത്തത്. അപ്പോൾ അച്ചീവ്മെന്റ് എന്താണ്? സമ്മേറ്റീവ് അല്ലെങ്കിൽ ലാസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക അല്ലെ. എത്രത്തോളം അച്ചീവ് ചെയ്തു നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് എന്താണ്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് പ്രൊജക്ട് മെത്തേഡ്. പ്രൊജക്ട് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു അഡ്വാൻറ്റേജ്, അതായത് പ്രൊജക്ട് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത് എന്നാണ്. അപ്പോൾ ഇതെന്താണ്? സൈക്കോളജി ലോസ് ഓഫ് ലേണിംഗ് ഇതാണ്. പിന്നെയോ ഒരു പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കിട്ടുകയാണ്. പിന്നെയോ സോഷ്യൽ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എഫക്റ്റീവ് ഇൻ ഗീവിങ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. അപ്പോൾ പ്രൊജക്ട് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, എഫക്റ്റീവ് ഇൻ ഗീവിങ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. പ്രൊജക്ട് മെത്തേഡ് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്? ഇതെന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ എന്താണ്? പ്രോബ്ലം സോൾവിങ്ങിനാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു സൊല്യൂഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി അല്ല വരിക. അപ്പോൾ ദ പ്രൊജക്ട് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോസ് ഓഫ് ലേണിംഗ് സച്ച് എസ് റെഡിനെസ്, എക്സസൈസ് ആൻഡ് എഫക്റ്റ്. ദ റിലേറ്റഡ് വിത്ത് റിയൽ ലൈഫ് ആൻഡ് സ്ട്രെസ്സസ് പ്രോബ്ലം സോൾവിങ്. പ്രൊജക്ട് മെത്തേഡ് എന്താ? എപ്പോഴും സ്ട്രെസ് ചെയ്യുന്നതിലാണ്? പ്രോബ്ലം സോൾവിങ്ങിലാണ് അല്ലേ. ഓക്കെ, അടുത്ത നോക്കാം. മീനിങ് ഓഫ് എ കരിക്കുലം. സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന അല്ലേ. കരിക്കുലം എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് ടോട്ടൽ എക്സ്പീരിയൻസ്. നമ്മൾ കണ്ണിങ്ഹാമിൻ്റെ എന്താണ് കരിക്കുലത്തിൻ്റെ ഒരു ഡെഫിനേഷനൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഒരു എഡ്യൂക്കേഷൻ്റെ എന്താണ്? ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ആണ്. കോഴ്സ് ആയിക്കോട്ടെ, സിലബസ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, എല്ലാം കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മീനിങ് ഓഫ് കരിക്കുലം എന്ന് പറയുന്നത് സം ഓഫ് ടോട്ടൽ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ്. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. കരിക്കുലം റെഫേഴ്സ് ടു ദ നോളജ് ആൻഡ് സ്കിൽസ് സ്റ്റുഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ലേൺ, വിച്ച് ഇൻക്ലൂഡ്സ് ദ ലേണിംഗ് സ്റ്റാൻഡേർഡ്സ് ദേ ആർ എക്സ്പെക്റ്റഡ് ടു മീറ്റ്, ദ യൂണിറ്റ്സ് ആൻഡ് ലെസൺസ് ദാറ്റ് ടീച്ചേഴ്സ് ടീച്ച്, ദ അസൈൻമെന്റ്സ് ആൻഡ് പ്രോജക്ട് ഗിവൺ ടു സ്റ്റുഡൻസ്, ദ ബുക്സ്, മെറ്റീരിയൽസ്, വീഡിയോസ്, പ്രസന്റേഷൻസ് ആൻഡ് റീഡിങ്സ് യൂസ്ഡ് ഇൻ എ കോഴ്സ്. അതെന്താ?
ത്രൂ ഔട്ട് ടോട്ടൽ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ആണ് എന്ത് എന്ന് പറയുന്നത് കരിക്കുലം എന്ന് പറയുന്നത്. നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ആൻസർ ആണ്. അടുത്തത് എന്താണ്? ഇതിനകത്ത് കറക്റ്റ് പെയർ കണ്ടുപിടിക്കാനാണ്. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഓപ്ഷൻ ബി ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ് എന്ത്, വൈഗോട്സ്കി. ഇതാണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയായിരിക്കും വരിക? മൊത്തം മാറ്റിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരാണ്? വൈഗോട്സ്കി. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തത് എന്താണ്? കൺസ്ട്രക്റ്റിവിസം നമുക്കറിയാം, പിയാഷെയാണ് എന്ത് ഫാദർ ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ പറയുന്നത്. പിന്നെ മൂന്നാമത്തത് സ്പൈറലിംഗ്, നമുക്കറിയാം ബ്രൂണറാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് ആരാണ്? ബെഞ്ചമിൻ ബ്ലൂം. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ ഏതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ കറക്റ്റ് പെയർ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരാണ്? വൈഗോട്സ്കി ആണ് അല്ലേ. അടുത്തത്, ഹൗ ക്യാൻ ടീച്ചേഴ്സ് ഫെസിലിറ്റേറ്റിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് ഇൻ ചിൽഡ്രൻ? അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക ഒരു സോഷ്യൽ സയൻസിൽ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ നമുക്ക് ഏതൊക്കെ ഒരു മെത്തേഡ് നമുക്ക് എടുക്കാന്നുള്ളതാണ്. ബൈ ഡെലിവറിങ് എ ലെക്ചർ. ഒരിക്കലല്ല, കുട്ടികൾക്ക് ഒരു ലെക്ചർ കൊടുത്താൽ നമുക്കൊരു ടോപ്പിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. എന്താണ് അപ്പോൾ ഈ ഒരു ഇത് തെറ്റാണ് അല്ലേ. പിന്നെയോ ബൈ റിപ്പീറ്റേറ്റീവ് മെക്കാനിക്കൽ ഡ്രിൽ, എന്താണ് ഇതുമല്ല. അപ്പോൾ കുട്ടികൾക്കാണ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കേണ്ടത്. ബൈ ഓർഗനൈസിങ് കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിക്കാണ്ട് നമുക്കൊരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് പഠിക്കില്ല, ഒരു എക്സാം നടത്തിയോണ്ട് കാര്യമില്ല. പിന്നെയോ ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കഷൻ. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി അവർക്ക് അറിയാവുന്നത് പറയാനും അവർ ഡിസ്കസ് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു സോഷ്യൽ സയൻസിലൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണ്? ബൈ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കഷൻ. അപ്പോൾ ഈ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് മോർ സബ്ജക്റ്റീവ്? നമുക്കറിയാം എന്താണ്, എസ് എ ടൈപ്പ് ആണ്. കാരണം എസ് എ ടൈപ്പ് ആണ് നമുക്ക് കുറച്ചുകൂടെ സബ്ജക്റ്റീവായിട്ട് നമ്മൾ ഏതാണ് എസ് എ ടൈപ്പ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയിക്കോട്ടെ, ട്രൂ ഓർ ഫോൾസ് ആയിക്കോട്ടെ, ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ്. അതായത് നമ്മൾ എന്താണ് പിക്ക് ചെയ്ത് ഒരു വൺ വേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് എന്ത്, മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ട്രൂ ഓർ ഫോൾസ് ആണെങ്കിലും. എസ് എ ആണ് നമ്മൾ സബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്താണ് നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് എസ് എ ടൈപ്പാണ്, സബ്ജക്റ്റീവാണ്, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The essay type questions requires the pupil to plan his own answer and to explain it in his own words. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് കുട്ടിയുടെ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ കുട്ടീൻ്റെ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം എസ് എ ടൈപ്പിൽ എഴുതാം. വൺ വേർഡ് ആണെങ്കിലോ നമ്മുടെ ഇഷ്ടത്തിന് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ഏതാണ്? എസ് എ ടൈപ്പാണ്. അടുത്ത എന്താണ്? സ്കോപ്പ് ഓഫ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൻ്റെ സ്കോപ്പ് എന്താണ്? നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ആണോ? ഒരിക്കലും അല്ല. പിന്നെയോ മെഷറബിൾ അല്ല, ഒബ്സർവബിൾ അല്ല. പിന്നെ എന്താണ് ആൻസർ? വൈഡ് ആൻഡ് എക്സ്റ്റെൻസീവ്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? വൈഡ് ആൻഡ് എക്സ്റ്റെൻസീവ് ആണ് അല്ലേ. ഇതൊക്കെ വായിച്ചു നോക്കി നമുക്ക് ജസ്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദ സ്കോപ്പ് ഓഫ് സോഷ്യൽ സയൻസ് ഈസ് വൈഡ് ആൻഡ് എക്സ്റ്റെൻസീവ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കോൺ ഓഫ് എക്സ്പീരിയൻസ് ഈസ് പ്രസൻറ്റഡ് ബൈ. കോൺ ഓഫ് എക്സ്പീരിയൻസ് ആരാണ്? എഡ്ഗർ ഡെയിൽ ആണ് അല്ലേ. അപ്പോൾ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ലേണിംഗ് ഹൈറാർക്കി ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ കുറച്ച് എന്താണ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഹൈറാർക്കിയാണ് അല്ലേ. അപ്പോൾ അത് എഡ്ഗർ ഡെയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. The cone of experience is a visual representation of the impression that learning activities can be placed in extensive categories based on the amount to which they express the non-abstract reference or real life experiences. അപ്പോൾ കോൺ ഓഫ് എക്സ്പീരിയൻസ് ആരാ കൊണ്ടുവന്നത്? എഡ്ഗർ ഡെയിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് ഒരു ലേണിംഗ് ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ആണ്, അല്ലെങ്കിൽ ഹൈറാർക്കിയൽ ലെവലാണ് എന്ത് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ലേണിംഗ് പിരമിഡ് എന്നൊക്കെ നമ്മൾ പറയും അതിന്. The cone of experience is given by Edgar Dale, who was an American educator who developed the cone of experience, also known as learning pyramid. നമുക്കൊരു ഡിഫറെൻറ്റ് ലേണിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം ഒരു കാര്യം പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 80 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതായത് സിലബസ് ഓറിയൻറ്റഡിനായിട്ട് ഇപ്പോൾ ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. പെഡഗോജി എന്നാണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഫുള്ളായിട്ടുള്ളൊരു അനാലിസിസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗം നിങ്ങൾ കുറച്ചും കൂടെ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം, അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.